Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. നമ്മളെല്ലാവരും കുറേ നോൺ വെജ് ചെയ്തു, വെജിറ്റേറിയൻ ചെയ്തത് കുറച്ചേ ചെയ്തിട്ടുള്ളൂ, ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും വെജിറ്റേറിയൻ ചെയ്തു എന്ന് നമുക്ക് പറയാമല്ലോ. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തത് എനിക്കൊന്ന് റൈസ് വിഭവമായിരിക്കും. അതുകൊണ്ട് ഇന്ന് കുറച്ച് റൈസിൻ്റെ കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ റൈസ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്നത് ഗീ റൈസ്, ഫ്രൈഡ് റൈസ്, ബിരിയാണി ഒക്കെയാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഈ മൂന്ന് സാധനത്തിൽ നിന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാന്ന് വെച്ചാൽ ബിരിയാണി തന്നെയാണ്. ഇന്ന് ചെയ്യാൻ പോകുന്ന ബിരിയാണി എന്നാന്ന് വെച്ചാൽ കീമ ബിരിയാണി. അപ്പോൾ ഇന്ന് എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ കീമ ബിരിയാണി ചെയ്യാൻ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ കയ്യിൽ പീസായിട്ടുള്ള ചിക്കൻ ഇല്ലായിരുന്നു. അതിന് പകരം കീമ മാത്രമേ ഫ്രിഡ്ജിനകത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നെ എന്നാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് വെച്ചാൽ ഒന്ന് ട്രൈ ചെയ്തതാ. പക്ഷേ അതിൻ്റെ റിസൾട്ട് വാസ് വെരി ഗുഡ്. എന്നാന്ന് വെച്ചാൽ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അന്നേരം ഞാൻ വിചാരിച്ചത് എന്നാന്നോ, നമുക്ക് ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ എപ്പോഴും പറയുകയല്ലേ, നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ 4 ഓണം എപ്പോഴും ഞാൻ വീട്ടിൽ ബിരിയാണിയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്രാവശ്യം ഇച്ചിരി എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ച് വെച്ചാൽ എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം കീമ ബിരിയാണിയാണ് ചെയ്തത്. അതുകൊണ്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ എന്നാൽ പിന്നെ എൻ്റെ പ്രേക്ഷകരുമായിട്ടും അതൊന്ന് ഷെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്നാ അല്ലേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ എഴുതിക്കോ എന്നാക്കിയാണ് വേണ്ടിയെന്നുള്ളത്. ബിരിയാണി ആണെങ്കിൽ നാച്ചുറൽ നമുക്ക് നെയ്യ് വേണം. പിന്നെ കുറച്ച് ബാസ്മതി റൈസാണ്. ബാസ്മതി റൈസ് എപ്പോഴും മേടിക്കുമ്പം നമുക്ക് ഇഷ്ടമുള്ളതും നമുക്ക് ഉറപ്പുള്ളതും എന്നാന്നറിയോ, എല്ലാവരും എപ്പോഴും പറയും ഞാൻ ഇന്നുണ്ടാക്കിയ ബിരിയാണി അങ്ങ് കുഴഞ്ഞു പോയെന്നൊക്കെ പറയുവേ. അതുകൊണ്ട് എപ്പോഴും ആരെങ്കിലും പറയുന്ന കേട്ടുകൊണ്ടോ ഇന്ന അരി ബെസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് മേടിക്കരുത്. നമുക്ക് കോൺഫിഡൻ്റ് ഉള്ള അരി വേണം എപ്പോഴും മേടിക്കാൻ. അതിന് വേണ്ടിയ സ്പൈസസ് എന്നാക്കിയാന്ന് വെച്ചാൽ ആദ്യം ഇച്ചിരി ഏലക്ക വേണം, ഗ്രാമ്പു, പട്ട, തക്കോലം, കുറച്ച് ജാതിപത്രി, ഇച്ചിരി കുരുമുളക്, ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ഈ സ്പൈസസ് എല്ലാം ഇപ്പം ഞാൻ പറഞ്ഞേക്കുന്ന സ്പൈസസ് പ്ലസ് ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും സാധനമാണ് നമുക്ക് പേസ്റ്റ് ആക്കാനുള്ളത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഒരു സ്പൈസസ് ഒറ്റയടിക്ക് അങ്ങ് എഴുതി വെച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ്. പിന്നെ കുറച്ച് പട്ടയുടെ ഇല വേണം, സവാള അരിഞ്ഞത്, ഒരു 2 മീഡിയം സൈസ് സവാള, ഒരു വലിയ ടൊമാറ്റോ അരിഞ്ഞ്, പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിക്ക് പകരം കുറച്ച് കെയിൻ പെപ്പറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി ഉപയോഗിക്കാം. പിന്നെ വേണ്ടേ കുറച്ച് കീമയാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് പീസ്. ഇത് വേവിച്ച് വെച്ച ഫ്രോസൺ പീസാണ്. പിന്നെ കുറച്ച് ഉപ്പ്. നമ്മുടെ ബിരിയാണിക്ക് നല്ല ഫ്ലേവർ വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് കൂടുതൽ പുതിന ഇല ഇട്ടാൽ മതി. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് രമ്പയില കിട്ടുവാണെങ്കിൽ അതും കൂടി ചേർക്കാം. ഇനിയിപ്പോൾ ഞാൻ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനായിട്ട് ഇതിനകത്ത് നമ്മൾ സ്പൈസസിൽ പെരിഞ്ജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും സാധനം നമ്മൾ എടുത്തിട്ടില്ല ഈ സ്പൈസസിനകത്ത്. അപ്പോൾ ഇനി ഇതൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. കെയിൻ പെപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താൽ മതി, മുളക് പൊടി എടുത്തോളൂ. ഇതിനകത്ത് പച്ചമുളകൊന്നുമില്ല. എരിവ് എന്ന് പറയുന്നത് ആ കുരുമുളകിൻ്റെയും കെയിൻ പെപ്പറിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ മുളക് പൊടിയുടെ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചുള്ളത് നമ്മൾ ഏറ്റക്കുറച്ചിൽ നോക്കിക്കോണേ. ഇനി ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ ഒന്ന് കത്തിച്ച് വെച്ച് ഇതിനകത്ത് നെയ്യ് ഒഴിക്കണം. നെയ്ക്കകത്ത് നമ്മൾ എന്നാ പറയുക, നമ്മുടെ അരി വറുത്തെടുക്കാൻ പോവുകയാണേ. അന്നേരം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വറുത്ത് വറ്റിക്കുന്ന ബിരിയാണിക്ക് അരിക്കാന്നു ടേസ്റ്റും അല്ല ബിരിയാണിക്കാന്നു അങ്ങനത്തെ ടേസ്റ്റ്. പിന്നെ എന്നാന്ന് വെച്ചാൽ
നമ്മളിങ്ങനെ വാർത്തെടുക്കുവാന്നേൽ അരിക്ക് പൊലിപ്പം കൂടും, അതായത് ചോറിന് ഒരുപാട് ചോറ് ഫീൽ ചെയ്യും. വറ്റിച്ചെടുക്കുവാണെങ്കിൽ കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് നമ്മൾ ഇടുന്ന ഈക്വൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും വാർത്തെടുക്കുമ്പോൾ കുറച്ച് പൊലിപ്പുണ്ടാവും, വറ്റിച്ചെടുക്കുവാണെങ്കിൽ കുറച്ച് പൊലിപ്പ് കുറവുണ്ടാവും. പക്ഷെ വറ്റിച്ചെടുക്കുന്നതാണ് ബിരിയാണിക്ക് ഏറ്റവും നല്ലത്. ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ ഇട്ടു, ഇത് ഞാൻ ടീസ്പൂൺ ആയതുകൊണ്ട് ഒരു 2 വലിയ ടീസ്പൂൺ ഇട്ടിട്ടുണ്ടേ. ഇതിനകത്തോട്ട് നമ്മുടെ അരിക്കും ഒരു ഫ്ലേവർ വരണം, അതുകൊണ്ട് ഒരു 2 or 3 ഏലക്ക, പിന്നെ കുറച്ച് 2-3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട മതിയേ, ഒരുപാട് വേണ്ട, നമ്മുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം മതി. ഒരു പൂവ്, ഒരു കുഞ്ഞ് പൂവ്, അതായത് തക്കോലം ഒരു ചെറുതിട്ടേച്ചാൽ മതി. ജാതിപത്രി ഒരു 3-4 സ്ട്രാൻഡ്സ് ഇട്ടേച്ച് ഇതൊന്ന് ചൂടാവുമല്ലോ, നാച്ചുറൽ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്തോട്ട് ഇട്ടേച്ച് വരുമ്പോഴത്തേക്കും അതങ്ങ് ചൂടാവുമേ. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഏലക്കായ ഒന്നും പൊട്ടാനായിട്ടൊന്നും നിൽക്കണ്ട, അതിന് ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ അരി അങ്ങ് ഇടാവേ. അരി ഇട്ട ഉടനെ അങ്ങോട്ട് മൂക്കുകയില്ല, അതിനൊരു ഇച്ചിരി സമയം കൊടുക്കണം. അതായത് നമുക്ക് ഒരു ഹൈ ഫ്ലെയിമേലും വേണ്ട, ഒരു കുറച്ച് ലോ ഫ്ലെയിമേലും വേണ്ട, മീഡിയം ആയിട്ട് ചെയ്തേച്ചാൽ മതി. പിന്നെ എന്നാന്ന് വെച്ചാൽ തീ ഒരു ഇച്ചിരി ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് സ്പൈസസ് കുറച്ച് അരച്ചെടുക്കാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ഏലക്ക വേണം. ഇതിനകത്ത് നമ്മൾ ചോറിനകത്തായി ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഇറച്ചിക്കുള്ളതാണ്. അപ്പോൾ ഒരു 3-4 എണ്ണം, അതേപോലെ ഗ്രാമ്പൂവും ഒരു 3-4 എണ്ണം. ഇത് ഭയങ്കര ഇതുള്ള പട്ടയാണെന്നു എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്, അതുകൊണ്ട് ഒരു കഷ്ണമൊക്കെ മാക്സിമം മതിയാവും, അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഭയങ്കരമായിട്ട് ആ പട്ട മുന്നിട്ട് നിൽക്കും. ഒരു തക്കോല ഇട്ടോളൂ, ഒരു പൂവ്, പിന്നെ കുറച്ച് ജാതിപത്തിരി. ഇതൊക്കെ നമ്മൾ അപ്പുറത്ത് ചോറിനകത്ത് ഇട്ടേക്കുക, അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ സ്പൈസസ് ഒന്നും കൂടിപ്പോരുത്. പിന്നെ നമ്മുടെ ബിരിയാണിക്കുള്ള എരിവ് എന്ന് പറയുന്ന കുരുമുളകാന്നു, അതുകൊണ്ട് ഒരുപാട് ഇടണ്ട, എന്നാലും ആവശ്യത്തിന് ഒരു 1.5 ടീസ്പൂണോളം കൂട്ടിക്കോ. 1 കിലോ ഇറച്ചിയാണെങ്കിൽ നമ്മുടെ അളവ് ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും ഉള്ള അളവ് തെറ്റുകയില്ല. 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും 1.5 ടീസ്പൂൺ ഇഞ്ചി. ഈ സ്പൈസസ് അരയ്ക്കുമ്പോഴത്തേക്ക് എന്നാന്നറിയാവോ, ഒരുപാട് അങ്ങ് മഷി പോലെ അരച്ചെടുക്കരുത്, ഇതേപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. കാര്യം എന്നാന്നറിയാവോ, ഇതിൻ്റെ ഒരു ഫ്ലേവർ അതിനകത്ത് തന്നെ നിൽക്കണം, അതായത് ഏകദേശം ഒന്ന് ചതച്ചെടുക്കുകയല്ലേ, അതുകൊണ്ടാണ്. പിന്നെ എന്നാന്നോ അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കിടക്കുന്നതുകൊണ്ടാണ് കുറച്ചൊരു വാട്ടറി കണ്ടന്റ് വരുന്നത്. അതൊന്ന് അരഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ബാക്കിയൊക്കെ അരയാൻ ഒരു ഇച്ചിരി പ്രയാസം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേച്ച് അരച്ചെടുത്തത്. അന്നേരം ആ ഒരു പേസ്റ്റ് പോലെ ആയി പോയാൽ ആ മസാല ഇറച്ചിയെ പിടിക്കാൻ ഒരു ഇച്ചിരി പ്രയാസം വരും. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒന്ന് ചതച്ചെടുക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. ഇത് അരഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത്രയും നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ അതുപോലെ അങ്ങ് ഇട്ടേക്കരുത്, ഒന്ന് അരച്ചെടുക്കണം. സാധാ ബിരിയാണി നമ്മൾ ചെയ്യുമ്പോഴും ഉണ്ടല്ലോ എല്ലാ മസാലയും, അതായത് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തേച്ച് ലാസ്റ്റ് നമ്മൾ എപ്പോഴും മസാല ചേർക്കാവുള്ളൂ. കാര്യം എന്നാന്നോ, ഇപ്പോൾ 2 ടീസ്പൂൺ മസാല ഇടേണ്ടതെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ ഇറച്ചിക്കകത്തോട്ട് ഇട്ടേച്ച് നമ്മൾ വാങ്ങാറാവുകയല്ലേ എന്ന് പറയുന്ന പോലെ ലാസ്റ്റായിട്ടേ വേണം അതൊന്ന് ഇട്ടേച്ച് ഒന്ന് തിളച്ച് അതിൻ്റെ മണം ഒന്ന് വന്നു കഴിയുമ്പോൾ അടച്ചിട്ടേക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബിരിയാണിയുടെ ഫ്ലേവർ മൊത്തം കാണുകയല്ല, എല്ലാം ഇങ്ങനെ എന്നാ പറയുക, നമ്മൾ തുറക്കുമ്പോൾ ആ മണം മുഴുവൻ അങ്ങ് പോകും. അതുകൊണ്ട് ലാസ്റ്റ് ഒന്ന് വാങ്ങാനായിട്ട് ഒരു 5 മിനിറ്റ് കിട്ടുമ്പോഴത്തേക്ക് ലാസ്റ്റ് ആ 1 സ്പൂൺ ഫ്ലേവറും കൂടി ഇട്ടേച്ച് വേണം എടുക്കാൻ. 5 മിനിറ്റ് എന്താണെന്നറിയോ, അരി ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വെച്ചുകൊണ്ടിരുന്നാൽ പറ്റിയല്ല, ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കണം.
ഇപ്പം ഞാൻ അരിയിൽ എപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കുവേ ഈ അരിയിൽ എന്തോരം വെള്ളം ഒഴിക്കണം, വറുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് കുഴഞ്ഞു പോവും, അല്ല എനിക്ക് ആ പരുവ് അങ്ങ് തെറ്റിപ്പോകുമെന്ന് പറയുവേ. ഇപ്പം തന്നെ ഞാൻ അരിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം തൊട്ട് കാണിക്കാൻ നോക്കിയേല, പക്ഷെ എന്നാലും ഞാൻ പറയുക നമ്മുടെ ചൂണ്ട് വിരലിൻ്റെ ഫസ്റ്റ് വരയില്ലേ അത്രയും മാത്രം ഡിഫറൻസ് അരിയും വെള്ളവും തമ്മിൽ ഉണ്ടാവണം ആ ഒരു ഇതിൽ. അത് കണക്കാക്കി ഒഴിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് പൊതുവേ പറയുന്നത്. എന്നാലും ഞാൻ പറയുന്നത് എന്നാണെന്നറിയാം, ഒരു ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി അങ്ങ് ഒഴിക്കാനല്ല പറയുന്നത്, ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക. അത് ഒരു ഇത്ര ഡിഫറൻസിനായിട്ട് ഒഴിച്ചു കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അത് കുഴഞ്ഞു പോവേ, മറ്റാകുമ്പോൾ പാകത്തിന് വെന്ത് കിട്ടും. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ തോന്നുവാണെങ്കിൽ ഒരു ഇച്ചിരി നാരങ്ങാനീര് ഒഴിച്ചാൽ മതി. നമ്മൾ കുഴഞ്ഞു പോകുന്ന ഒരു പരുവത്തിൽ നിന്ന് ഒരു ശക്കലം ഒന്ന് രക്ഷപ്പെടാൻ നോക്കുവേ. അതുപോലെ ചെയ്യുക. ഇനി ഇതെല്ലാം നോക്കുമ്പോൾ നമ്മൾ വേറൊരു കാര്യം എന്താണെന്നറിയോ, ഇതൊന്നും കോൺഫിഡൻസ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ വാർത്തെടുക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ ബിരിയാണിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത് നമ്മൾ വറ്റിച്ച് വെക്കുമ്പോഴാണ്. പിന്നെ ഇതിനകത്തോട്ട് ഇച്ചിരി ആ ചോറിന് വേണ്ട ഉപ്പ് മാത്രം ചേർക്കുക, ഒരുപാട് ചേർക്കരുത്. എന്നിട്ട് ഇതങ്ങോട്ട് അടച്ചിടണം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാവേ, അഥവാ നമുക്ക് വെള്ളം ഒരിച്ചിരി ഒഴിച്ചത് കൂടിപ്പോയെന്ന് വിചാരിച്ചോ, തിരിച്ചെടുക്കാൻ ഒക്കെയല്ല. കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് നെയ്യെല്ലാം ചേർന്നേക്കുമല്ലേ. ഈ ഒരു പരിധി വരെ ഹൈ ഫ്ലെയിം ഇട്ടേച്ച് അതിനെ ഒന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് കളയണം, പകുതി വെള്ളവും. അന്നേച്ച് ഫുൾ അരിയും തുറന്നിട്ട് വേവിക്കുവാന്നേൽ കുറേയൊക്കെ നമുക്ക് ആ വെള്ളം ഒഴിച്ചെന്ന് രക്ഷപ്പെടാൻ നോക്കുവേ. ഇനി എന്തായാലും ഞാൻ വെള്ളം ഒഴിച്ചു, അതൊരു തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ലോ ഫ്ലെയിമേ വെച്ചേച്ച് വേണം അതിനെ വേവിച്ചെടുക്കാൻ. ധൃതി കൂട്ടി ഹൈ ഫ്ലെയിം ആക്കല്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇപ്പുറത്തെ പാനിനകത്തോട്ട് അതിൻ്റെ അരപ്പാക്കിയെടുക്കാം. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് മാറ്റാവേ. കാര്യം ലോ ഫ്ലെയിമേൽ ഇരിക്കുന്ന ഏറ്റവും നല്ല. അന്നേരം നമുക്കും ടെൻഷനില്ല, അയ്യോ അരി വെന്ത് പോകുമെന്നോ അല്ലെങ്കിൽ വെള്ളം വറ്റി പോകുമെന്നോ ഒക്കെ. അഥവാ നമുക്ക് അരി വേവുന്ന സമയത്ത് വെള്ളം ഒന്ന് വറ്റിപ്പോയാൽ തന്നെ ഇച്ചിരി കുടഞ്ഞു കൊടുത്തേച്ച് അരി വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിനകത്തോട്ട് നെയ്യ് വേണ്ടിയവർക്ക് നെയ്യ് ചേർക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. സാധാരണ ബിരിയാണി കംപ്ലീറ്റ്ലി നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഈ പ്രാവശ്യം എന്നാ ചെയ്യട്ടെ, ഞാൻ അരിയും കൂടെ നെയ്യിൽ വറുത്തോണ്ടാന്നു ഇതിനകത്തോട്ട് അത് ഇടാത്തെ. ഇനി ഇതിനകത്ത് ഞാൻ ഒരു ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഇനി എണ്ണ ചൂടായി കഴിഞ്ഞാലേ എണ്ണയിലും ചെയ്യാനൊക്കത്തുള്ളൂ. ഇതേണ്ട അരി തിളച്ചേ. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ, ഇതിനെ എടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചേച്ച് ഇനി അരി നമുക്ക് ലോ ഫ്ലെയിം മതി. ഇനി ഇതിനകത്തോട്ട് ഫസ്റ്റ് എന്നാ ചെയ്യണ്ടേ, ഒരു പട്ടയുടെ ഇല, പിന്നെ ഇതിനകത്തോട്ട് ഏതാ നമ്മുടെ വെജിറ്റബിൾ ഒഴിച്ച് പാനിനകത്തോട്ട് ഇനി ഇറച്ചിയുടെ കൂട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ച ഉള്ളി, അതൊരിച്ചിരി നല്ലതായിട്ടൊന്ന് മൂക്കണേ. അതായത് മറ്റേ ആ റോ ഇതല്ല, കുറച്ച് നല്ലതായിട്ട് മൂത്ത് വന്നാലേ അല്ലെങ്കിൽ ആ ഉള്ളിയുടെ ഒരു പച്ചച്ചോവ ഉണ്ടാവും. ഞാൻ അരിയിൽ ഉപ്പിട്ടിട്ടുണ്ട്, ഉള്ളിയിൽ ഉപ്പിടുക. അന്നേരം നമ്മൾ ഉപ്പിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിച്ചോണേ ചേർക്കാൻ നേരം. അരി അതിൻ്റെ വെള്ളം ഒരു 3/4 വറ്റി കഴിഞ്ഞാൽ പിന്നെ തീരെ ലോ ഫ്ലെയിമേ തന്നെ ഇട്ടേക്കണം. എന്നാൽ കറക്റ്റായിട്ട് അരി വെന്ത് കിട്ടും. ഇനി ഇതിനകത്തോട്ട് ഉള്ളി ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ടൊമാറ്റോ ഇടാവേ. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുന്ന സമയത്ത് മറന്നുപോലെ നമ്മുടെ ഇപ്പുറം അരി ഇരിപ്പുണ്ടേ, അതാണെങ്കിൽ ഞാൻ ഒഴിച്ച വെള്ളം മാത്രം മതി. പിന്നെ ആണെങ്കിൽ ഇച്ചിരി വെള്ളമായിട്ട് ഇങ്ങനെ ഊറി അതിനകത്തോട്ട് വരികയും ചെയ്യും. അന്നേരം അടിയിൽ ഇച്ചിരി വെള്ളം കാണും, ആ വെള്ളം തന്നെ മതിയാവും അത് വേവാൻ. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കെയിൻ പെപ്പറും. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് കെയിൻ പെപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മുളക് പൊടി ഇട്ടേച്ചാൽ മതി. ചിലർക്ക് കെയിൻ പെപ്പറിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവുകയില്ല, എന്നാലും ടെൻഷൻ വേണ്ട. ഞാൻ ഒരു ഇച്ചിരി കെയിൻ പെപ്പർ ഇട്ടേച്ച് ഞാൻ മുളക് പൊടിയും കൂടി ഇട്ട് കാണിക്കാം. ഇനി അതൊരു ടെൻഷൻ ആക്കണ്ട. മുളക് പൊടി ഉള്ളവർക്ക് മുളക് പൊടി ഇടാം, കെയിൻ പെപ്പർ ഉള്ളവർക്ക് കെയിൻ പെപ്പർ ഇടാം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടെന്ന് പറഞ്ഞാലും അത് ടെൻഷനൊന്നും ആക്കണ്ട, നല്ലത് തന്നെയാണ്.
എന്താണെന്നറിയാമോ, ധൃതി കൂട്ടല്ലേ. ആ ഒരു കെയിൻ പെപ്പറിന് ഒരു പച്ച മണമുണ്ട്. ആ മണം നല്ലതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാലേ നമുക്ക് ആ ടേസ്റ്റ് വരത്തുള്ളൂ. ധൃതി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കെയിൻ പെപ്പറിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ നിൽക്കും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളമുണ്ട്. അന്നേരം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ കൂന കൂട്ടി വെച്ചേച്ച് അത് വേവിച്ചെടുത്താൽ മതി. അഥവാ വെള്ളം പോരാൻ തോന്നുവാന്നേൽ ഈ സമയത്ത് കുറച്ചൊന്ന് കുടഞ്ഞു വെച്ചാൽ മതിയേ, അന്നേരത്തേക്കും അത് വെന്തോളൂ. പിന്നെ ഇനിയാന്നു ഇതിനകത്തോട്ട് നമ്മുടെ കീമ ഇടാൻ പോവാണേ. ഒരു കേക്ക് പോലെ തന്നെ വീണു. ഇത് ഇതിനകത്തോട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു പേസ്റ്റില്ലേ, സ്പൈസസും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് വെച്ചേ, അത് ഇതിനകത്തോട്ട് ഇടണം. സ്പൂൺ വെച്ചിട്ടാലൊന്നും അത് ശരിയാവുകയില്ല. എന്നാലേ നമ്മുടെ ആ ബിരിയാണിയുടെ ഒരു മണം വരുള്ളൂ. ആ സ്പൈസസ് മുഴുവൻ ചേരണം ഇതിനകത്തോട്ട്. ഇതിന് ഒരുപാട് പുളിയോ അല്ലെങ്കിൽ എരിവോ അങ്ങനെ ഒന്നും കാണുകയില്ല. ആ കുരുമുളകിൻ്റെ ഫ്ലേവർ ആയിരിക്കും ഏറ്റവും കൂടുതൽ. നമ്മുടെ ചോറ് ഏകദേശമായിട്ടുണ്ട്. ഒരു നല്ലൊരു ആവി വന്നേച്ച് അതങ്ങ് ഓഫ് ചെയ്യുക. എന്നേച്ച് ഒറ്റ തുള്ളി ആവി പോലും വെളിയിൽ പോവാതെ അതങ്ങ് അടച്ച് അവിടെ അങ്ങനെ വെച്ചാൽ മതി. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇറച്ചി ഒന്ന് വെന്ത് അതുമായിട്ടൊന്ന് ചേർന്ന് കഴിയുമ്പോൾ മാത്രം ആ ചോറ് തുറന്നാൽ മതിയേ. അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ തുറക്കുവാണെങ്കിൽ ആ ചോറിനകത്ത് ചേർത്തേക്കുന്ന ഫ്ലേവേഴ്സും വെളിയിൽ പോകും. ഈ മസാല എല്ലാം നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പട്ടാണി ആയത് അല്ല വെള്ളത്തിൽ ഇട്ടേക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്ന് വേവിച്ചിടുക. അല്ലെങ്കിൽ എന്താ അറിയോ, ഇറച്ചിയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ പോലും അത് എന്നാ വേവാനായിട്ടുള്ള ഒരു ടൈം കിട്ടുകയില്ല. അത് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുത്തേച്ചിടാൻ തരുന്നതായിരിക്കും നല്ലത്. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മല്ലിയിലയും കുറച്ച് പുതിന ഇലയും പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് അതുകൊണ്ട് കരുതിയേക്കണേ. ഇതാ ഇറച്ചിക്കകത്തോട്ട് ഇറങ്ങാനുള്ള ഫ്ലേവറാണ്. ഇത് ഒത്തിരി സ്പൈസി അല്ല, അതുകൊണ്ട് ഇനി കറി ഇതിൻ്റെ കൂട്ടത്തിൽ എന്നതേലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്തോണം. ഇതിനകത്തോട്ട് പിന്നെ ഈ കീമായ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ഉള്ളിക്ക് ചേർത്തായിരുന്നു. പിന്നെ അന്നേൽ ഈ പറഞ്ഞ കൂട്ട് ചോറിനും അന്നേലും ഉപ്പുണ്ട്. അന്നേരം നോക്കിയും കണ്ടേച്ച് വേണം ഇതിനകത്തോട്ട് ചേർക്കാൻ. ഓർക്കാതെ എടുത്ത് ചേർത്ത് പോയാൽ ഉപ്പ് കൂടുകയുള്ളേ. ഇനി ഇതിനകത്ത് പണി ഒന്നുമില്ല. നമ്മുടെ ചോറുമായിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യണം, അത്രയും മാത്രമേ ഉള്ളൂ. നമ്മുടെ കീമ ബിരിയാണി ഇവിടെ റെഡിയാണ്. ഇത് വലിയ മെനക്കേടൊന്നും ഇല്ലല്ലോ, വലിയ എന്നാ പറയുക, ഒത്തിരി സാധനങ്ങളൊന്നും ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന കൂട്ടൊന്നും ഉണ്ടാക്കണ്ട, പക്ഷേ എളുപ്പമാണ്. ഇനി ഈ കീമ ബിരിയാണി ഉണ്ടാക്കാൻ കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇന്ന് വരുന്ന ഗസ്റ്റ് എന്നാന്ന് വെച്ചാൽ പുള്ളിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഈ ബാസ്മതി റൈസ് വെച്ചിട്ട് ചെയ്യുന്ന പല ഡിഷസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്നാൽ ബാസ്മതി റൈസ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതലും ബിരിയാണി അല്ലെ നെയ്ച്ചോറ് അങ്ങനെയൊക്കെയൊക്കെ ഉണ്ടാക്കാറ് കൂടുതലും അല്ലേ. അപ്പം എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ആനീസ് കിച്ചണിൽ വരുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് മറ്റാരുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ആർട്ടിസ്റ്റാണ്, വിവേക് ഗോപനാണ് ഇന്ന് ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത്. നമസ്തേ. നമസ്തേ. ഇപ്പം എൻ്റെ പ്രേക്ഷകർക്ക് ഇപ്പം ആരാന്നുള്ളത് മനസ്സിലായി അല്ലേ. ഞാൻ പറഞ്ഞുതരാം എന്നാന്നറിയാമോ വിവേക്, ബേസിക്കലി വിവേക് ഗോപൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ പ്രേക്ഷകർക്ക് ഒരു കൺഫ്യൂഷനായി, ഇത് ആരാപ്പാ ഇങ്ങനെ ഒരാൾ എന്നല്ലേ. എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ചാൽ വിവേക് ചെയ്ത ക്യാരക്ടേഴ്സ് ആയിരിക്കും കൂടുതൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പരിചയം അല്ലേ. അതെ, വിവേക് ബേസിക്കലി ഇങ്ങനെ റിസർവ്ഡ് പേഴ്സൺ ആണോ അതോ ഇപ്പോഴത്തെ യൂത്ത് പോലെ ഭയങ്കര ജോളി ടൈപ്പ് ആണോ? എന്നാ പിന്നെ എന്നത്തിന് ഇവിടെ വന്ന് ഇങ്ങനെ മസിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആന്ന് കേട്ടോ, ആന്ന് ജീവിതത്തിൽ ആരും പറയുമല്ല ഞാൻ മസിൽ പിടിച്ച് നിൽക്കുവാന്ന്. എല്ലാരും എന്നോട് പറയുന്നത് സ്റ്റാർട്ടിംഗ് ട്രബിളോ. ഇവിടെ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒന്നും ഒരു പ്രശ്നമേ ഇല്ല. അങ്ങ് വർത്താനം പറഞ്ഞു തുടങ്ങിയ നാട്ടുകാർ എന്നോട് പറയുന്നറിയോ, ഒരു 5 മിനിറ്റ് മിണ്ടായിരുന്നു അവരെന്നതേലും ഒന്ന് പറയുമെന്ന്. അങ്ങനെയാ, ഇത് മാത്രമേ അന്നൊരൊറ്റ ഉദ്ദേശം അല്ലേ. ഭയങ്കര ഇഷ്ടമാണ് കീമ ചെയ്യാൻ, കീമ ഡിഷസ് ഭയങ്കര ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞു.
റൈസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ശരിക്കും നോർമലി ഡയറ്റ് ആണ് ശരിക്കും സാധാരണ സമയങ്ങളിൽ, പക്ഷെ ഇപ്പൊ ഡയറ്റില്ല. ഇപ്പൊ എന്ത് കിട്ടിയാലും കഴിക്കുന്നത്. ഇപ്പൊ ഒരു പുതിയൊരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് സൈസ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ എന്തും കഴിച്ചോളാം. എന്നാ ഭാഗ്യമാന്ന് നോക്കിയേ. എല്ലാരും ഇവിടെ ഒരു ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ അത് തിന്നാൻ മേല, അത് കലോറി കൂടുതലാ, ഇത് തിന്നാൻ മേല എന്ന് പറഞ്ഞ് ഭയങ്കര ഡയറ്റ് കൺട്രോൾ. ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ്. എന്നാ ഹാപ്പി ആയിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ വിളമ്പി തരേണ്ട പ്രശ്നമില്ല അല്ലേ, മൊത്തം എടുക്കുന്നല്ലേ. അപ്പൊ ഇപ്പൊ ഡയറ്റ് ഇല്ല, കാണുന്നൊക്കെ കഴിക്കും, എന്തും കഴിക്കും. എത്ര kg വേണം എന്ന് പറഞ്ഞു? ഇപ്പം എനിക്ക് 85 ഉണ്ട്, 90 ആകണം. 5 കിലോ ഉള്ളൂ. അല്ല, ഞാൻ 79 ആയിരുന്നു. അതിൽ നിന്ന് ഇത്രയും ആക്കിയെടുത്തു, 85 വരെ ആക്കിയെടുത്തു. ഒരു മാസം കൊണ്ട് 85 വരെ ആക്കി. ഇനി ഒരു 5 കിലോടെ കൂട്ടണം. അതിപ്പോ ഇന്ന് ഒറ്റ എപ്പിസോഡ് കൊണ്ട് ഞാൻ സഹായിച്ചു തരാം കേട്ടോ. ഇതൊന്ന് കഴിച്ചാൽ മതി. അപ്പൊ ഒരു മിനിമം ഒരു 5 കിലോ എങ്കിലും ഞാൻ തന്നേച്ചു വിടാം. അപ്പൊ ഇനി മെനക്കെടുണ്ടല്ലോ. ഇനിയിപ്പോ ചിലപ്പോ എന്നാന്നറിയോ, എന്നെ ചീത്ത പറയും. കാര്യം എന്നാന്നോ, ഇത് മാത്രം പോരെ, എനിക്ക് അതും വേണമായിരുന്നു, അത് തിന്നാൻ പറ്റുന്നില്ല, ഓൾറെഡി എനിക്ക് 5 കിലോ ആയി എന്നുള്ളൊരു ദുഃഖം. ഞാൻ ആലോചിക്കുകയാണ് ഇനിയിപ്പം അടുത്ത ആ ഫിലിമിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണ വരെ ചേച്ചിയുടെ വീട്ടിലോട്ട്. പിന്നെ സന്തോഷമേ ഉള്ളൂ. പക്ഷെ വിളിച്ചു പറഞ്ഞേച്ച് വന്നാല് എന്നാ വേണേലും ഉണ്ടാക്കി തരാം, സന്തോഷം. പക്ഷെ എന്റെ ആനീസ് കിച്ചണിൽ വന്നേച്ച് ആദ്യമായിട്ട് ഒരാൾ പറയുന്നത് എനിക്ക് നിറച്ച് ഭക്ഷണം തരും, എനിക്ക് വണ്ണം വെക്കണമെന്ന്. ഒന്ന് ആലോചിച്ചേക്ക്, ഇവിടെ ഉണ്ടാക്കുന്ന ഞാൻ ദിവസം ദൈവമേ വണ്ണം വെക്കും, ഇതിന്റെ മണം അടിച്ച് ഞാൻ വണ്ണം വെക്കുമെന്ന് വല്ലടിച്ചോണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്യാം, എന്തായാലും വിവേകിനോട് എനിക്ക് വിശേഷങ്ങൾ ചോദിച്ചേ ഒക്കത്തുള്ളൂ. കാര്യം എന്താന്ന് വെച്ചാൽ നാട്ടുകാർക്കും ഒക്കെ എൻ്റെ പ്രേക്ഷകർക്ക് ഒത്തിരി വിശേഷങ്ങൾ അറിയാനുണ്ട്. പിന്നെ വിവേകിന് ജോലിയുണ്ട്, അത് കഴിച്ചു തീർക്കുക എന്നുള്ളത്. ഇത് രണ്ടും ഇവിടെ നിന്നാ നടക്കുകയല്ല. നമുക്ക് അവിടെ പോവാം. ഓക്കെ, വരും. ഇത് ഞാൻ എടുക്കണം. ആ പിന്നെ എന്നാ, വിവേക് എടുത്തോ. ഇനി അതിനൊരു സമാധാനക്കേട് വേണ്ട, എടുത്തോ. എനിക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്നാന്നറിയാം വിവേക്, ഇന്ന് ഞാൻ വിളമ്പുണ്ടല്ലോ അല്ലേ. അതാ, വിവേക് തന്നെ എന്നോട് ചോദിച്ചേക്കുവാ, ഞാനിത് മൊത്തം എടുത്തോട്ടെ. ഇനി എപ്പോഴാ തോന്നുന്നതെന്ന് വെച്ചാൽ അപ്പൊ കഴിച്ചോണം, എന്നോട് ചോദിക്കാൻ പറയുന്നത് വേണ്ട. പിന്നെ എന്നായാലും ഭക്ഷണമൊക്കെ ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അത് നമുക്ക് വിശേഷം പറഞ്ഞിട്ട് വേണോ ഞാൻ ഇപ്പൊ വിളമ്പണോ? എന്നാ പറയുന്നത്, കുറച്ച് വിശേഷം പറഞ്ഞിട്ട് പിന്നെ വിളമ്പി കഴിയും, അത് മതിയല്ലേ? ഓക്കെ. എന്നാന്നറിയോ, ചിലപ്പോൾ നാട്ടുകാർ എന്നെ വഴക്ക് പറയവേ, ഗസ്റ്റിനെ കൊണ്ടുവച്ച് ഇരുത്തിയേച്ച് ഒന്നാമത്തെ കാര്യം ഫുഡ് തുറന്നു വെച്ചേച്ച് വർത്താനം തുടങ്ങും. അതിൻ്റെ പോയിട്ട് അവരെ കഴിക്കാൻ സമ്മതിക്കില്ല, അതിൻ്റെ ഇടയിൽ കൂടെ വർത്താനം പറയും. ഇതെല്ലാം കുറ്റം കേൾക്കുക. പക്ഷെ എനിക്ക് സന്തോഷാട്ടോ. എന്നറിയോ, എന്റെ ആൾക്കാർ എന്നെ അത്രയും സ്നേഹിക്കുന്നോണ്ടല്ലേ തീർച്ചയായിട്ടും കുറ്റം പറയത്തുള്ളൂ. സ്നേഹം ഇല്ലാത്തൊരു കുറ്റം പറയല്ലേ, എപ്പോഴും നമ്മളോട് ആ നല്ല അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പോ ഞാനല്ല ഉത്തരവാദി, കംപ്ലീറ്റ് വിവേകാണ്. കാരണം എന്നെ ഒന്ന് തട്ടിപ്പറിച്ചോണ്ട് പോയി കഴിഞ്ഞു, ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ നോക്കുകയല്ല, ഫുൾ. പിന്നെ ഈ വിവേക് ചെയ്ത ക്യാരക്ടർ അല്ലേ, അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ദീപ്തിയുടെ ഹസ്ബൻഡ് അങ്ങനെ അറിയപ്പെടുന്നേ. വെളിയിലൊക്കെ പോകുമ്പോ ചോദിക്കുവല്ലേ, ദീപ്തിക്ക് സുഖാന്നൊക്കെ ചോദിക്കല്ലേ, ഭാര്യ ഇട്ടിക്ക് കേട്ടോ, ഉറപ്പാ. ഭാര്യയെ കൊണ്ടുപോകുന്ന സമയത്ത് ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. എന്റെ ഈശ്വരാ, അത് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അമ്പലത്തിൽ പോയ സമയത്ത് ഇതേപോലെ ഭാര്യയെ കൊണ്ട് ഞാൻ പൊക്കോണ്ട് തൊഴുതിട്ട് ഇറങ്ങുമായിരുന്നു. ഒരു പ്രായം ഒരു അമ്മൂമ്മന്ന് ചോദിച്ച്, മോനെ ഭാര്യയെ കൊണ്ടുപോകുന്നില്ലേന്ന്. അപ്പൊ ഞാൻ കൊണ്ട് കാണിച്ചു, അയ്യോ ഇതല്ല ദീപ്തി. അയ്യോ സത്യം, ഈ മുളകൊക്കെ കടിച്ച ഫീലായിരുന്നു. എന്തായാലും പുള്ളിക്കാരത്തേക്ക് ഈ പറഞ്ഞ കൂട്ട് ഫിലിം ഇതിനെ കുറിച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ടെൻഷൻ. ഇപ്പം നമ്മൾ ആ കണ്ട ക്യാരക്ടർ പോലെ തന്നെയാണോ വീട്ടിലും? അങ്ങനത്തെ ഒരു ഭർത്താവാണോ? അങ്ങനെയൊന്നും പറയാനില്ല, എന്നാലും ഓൾമോസ്റ്റ് കുറച്ചൊക്കെ. ഓക്കെ. പിന്നെ ഡീറ്റെയിൽ ആദ്യം കുടുംബത്തിന്റെ ചോദിക്കട്ടെ. മക്കള് ഒരാളുണ്ട്, സിദ്ധാർത്ഥ് എന്നാണ് പേര്. പിന്നെ വൈഫ് മാത്രമേ ഉള്ളൂ, ഞാനും വൈഫും മോനും മാത്രമേ ഉള്ളൂ. മോനിപ്പം 2nd സ്റ്റാൻഡേർഡിലാണ്, സെന്റ് തോമസ് സ്കൂളിൽ. വൈഫ് ഇപ്പൊ ഈ മാസം വരെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പൊ റിസൈൻ ചെയ്തുള്ളൂ. റിസൈൻ ചെയ്തിട്ട് ഒരു 2 വീക്സ് ആവുന്നതേ ഉള്ളൂ. വിവേക് ശരിക്കും നല്ലോണം വർക്ക്ഔട്ട് ചെയ്യും, നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യും. ബോഡി കണ്ടാൽ മനസ്സിലാവും അല്ലേ, ശരിക്കും നല്ലോണം കഴിക്കുന്ന പോലെ തന്നെ വർക്ക്ഔട്ട് ചെയ്യും. ഓ അത് ശരി, ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. ഞങ്ങൾക്കൊന്നും അത് പറഞ്ഞു ചെയ്യില്ല, ഞങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ, സന്തോഷമായിട്ട് കഴിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ എനിക്കൊരു വിവേകിനെ കാണുമ്പോൾ പലതവണ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. എന്നാന്നറിയാവോ, ഒരു കണ്ണിങ് ക്വസ്റ്റ്യൻ ആണ് അത്. ശരിക്കും നമുക്കിപ്പം ക്രിക്കറ്റ് ലീഗ് ഉണ്ടായിരുന്നല്ലോ, സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ്. അതിനകത്ത് ശരിക്കും വിവേക് ഉണ്ടായിരുന്നേ. അതിന് മുന്നേ വിവേക് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ വലുതാ കണ്ടിട്ടില്ല, ചെറിയ തല കാണിക്കൽ മാത്രമേ അല്ലേ. അപ്പൊ ശരിക്കും വിവേകിന് ക്രിക്കറ്റിനോട് ഭയങ്കര പ്രാന്താന്ന് കേട്ടിട്ടുണ്ട്. ഈ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിട്ട് അഭിനയിച്ചാണ്. അങ്ങനെയും
ഇനിയിപ്പോ അല്ലാന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് ഓക്കെ പറഞ്ഞേ, എന്നാ ചെയ്തേ ശരിക്കും? ശരിക്കും ഞാൻ നമ്മളെ പ്രിയൻ സാറ്, നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ബാലു എന്ന് പറയും, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നൊരു ക്ലബ്ബ് നടത്തുന്നുണ്ട്. അപ്പൊ ആ ക്ലബ്ബിൽ കളിച്ചോണ്ടിരുന്നു. പക്ഷെ ഞാൻ ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ എനിക്ക് അധിക സമയം കളിക്കാൻ പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ കിട്ടുന്ന മാച്ചസ് ഒക്കെ ഞാൻ പോയി കളിക്കാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം ഇതേപോലെ CCL എന്ന് പറഞ്ഞൊരു സംഭവം വരാൻ പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഞാൻ ഈ ബാലുചേട്ടൻ വഴി കേട്ടു. അപ്പോൾ ഞാൻ ചുമ്മാ ബാലുചേട്ടൻ ചോദിച്ചാൽ എനിക്ക് കളിക്കാൻ പറ്റുമോ, അത് നീ സെലിബ്രിറ്റി അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പക്ഷെ അത് അപ്പോഴേയും കളഞ്ഞു സംഭവം. പിന്നെ നടക്കൂല എന്ന് വിചാരിച്ച് ഞാൻ അപ്പോഴേ കളഞ്ഞു. പിന്നെ ഇത് ബാലുചേട്ടൻ പ്രിയൻ സാറിനെ ചുമ്മാ തമാശ പറയുമ്പോൾ എന്തോ പറഞ്ഞ് കാണണം. അങ്ങനെ പ്രിയൻ സാറ്, പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോകണം മെഡിക്കൽ കോളേജിലാണ്. അത് സഞ്ജു സാംസൺ, നമ്മളെല്ലാവരുടെ അടുത്താണ് പറയുന്നത്. ബിജു ജോർജ് എന്നാണ് കോച്ചിൻ്റെ പേര്. അപ്പം ബി സാറിൻ്റെ അടുത്തും ഇത് പറയാം. അപ്പോൾ ബി സാർ ഒരു ദിവസം രാവിലെ എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ നിൻ്റെ ഫോട്ടോ ഇങ്ങനെ മെയിൽ അയക്കണം, പ്രിയൻ സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ സുരേഷ് കൃഷ്ണൻ പുള്ളിക്കാരനെ ഇങ്ങനെ മെയിൽ അയക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ജോലിക്ക് പോകേണ്ട തിരക്കിലാണ്, ഞാൻ ഇതങ്ങ് വിട്ടു. അത് കുറച്ച് കഴിഞ്ഞ് പുള്ളി വീണ്ടും എന്നെ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, നീ മെയിൽ ഇതുവരെ അയച്ചില്ല, അവർ വീണ്ടും എന്നെ വിളിച്ചിരുന്നു, ഇങ്ങനെ മെയിൽ കിട്ടിയില്ല എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും കാര്യം സീരിയസ് ആണോ എന്നുള്ള ഇത് തന്നു. പിന്നെ ഞാൻ മെയിൽ അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സുരേഷ് ചേട്ടൻ എന്നെ അറിയാം. എനിക്ക് പക്ഷേ ഇതാണ് സുരേഷ് ചേട്ടൻ ആണെന്നുള്ള എനിക്ക് അറിഞ്ഞൂടെ, ഈ സുരേഷ് ചേട്ടനാണെന്ന് അറിഞ്ഞൂടെ. അപ്പോൾ സുരേഷ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് നീ പിന്നെ പറഞ്ഞാൽ പോരെന്നൊക്കെ ചോദിച്ചു. പിന്നെ അപ്പം അങ്ങനെ സിനിമയുടെ കാര്യം പറഞ്ഞു. നീ ചെറിയൊരു സംഭവമാണ്, ജസ്റ്റ് നീ ഇങ്ങനെയാണ്, ഹൈദരാബാദിലാണ് ഷൂട്ട്, ലാൽ സാറിന്റെ പടത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നേരെ അവിടെ പോയി. പക്ഷെ എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ, നമുക്ക് കളിക്കണം എന്നുള്ള ഇത് മാത്രമേ മനസ്സിലുള്ളൂ, ഇല്ല. പക്ഷെ ആ സമയത്ത് സുരേഷ് ചേട്ടൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സുരേഷ് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ അതേപോലെയൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ ടെൻഷനും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവരും ഉണ്ട് മറ്റേ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പം അയ്യോ പേടി, ടെൻഷൻ, അയ്യോ ഞാൻ എങ്ങനെ ചെയ്യും എന്നൊക്കെ. പക്ഷെ എനിക്ക് ആ സമയത്തൊന്നും തോന്നി, എനിക്ക് എന്താ മനസ്സിൽ ചിലപ്പം അതൊന്നും ഫീൽഡായിട്ട് ആ സമയത്തൊന്നും പാഷൻ ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ തോന്നാത്തതായിരിക്കാം. പക്ഷെ ഞാൻ അവര് പറഞ്ഞ പോലെയൊക്കെ ചെയ്തു, കൂളായിട്ട് ചെയ്തു. ശരിയായോ ശരിയായില്ലേ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സമയത്ത് ഓക്കെ പറഞ്ഞെല്ലാം ചെയ്തു, തിരിച്ചിങ്ങ് വന്നു. പിന്നെ അതിനുശേഷം 2-3 സിനിമയും കൂടി ഇതേപോലെ ചെയ്തു. അതിനുശേഷം പിന്നെ ത്രൂ ഔട്ട് ചെയ്യുന്ന പ്രിയൻ സാറിന്റെ ഒരു ഹിന്ദി സിനിമ ചെയ്തു. അതിൽ പ്രിയൻ സാറെ വിളിച്ചൊരു നല്ല സംഭവം തന്നു, ത്രൂ ഔട്ട് ഒരു നെഗറ്റീവ്. അത് ശരിക്കും പറഞ്ഞാൽ മേരിക്കൊണ്ടൊരു കുഞ്ഞാടിന്റെ റീമേക്ക് ആയിരുന്നു, കമാൽ ദമാൽ മാലാമാൽ എന്ന് പറഞ്ഞിട്ട്. അതില് മറ്റേ മലയാളത്തിൽ ഭാവനയ്ക്ക് 3 ബ്രദേഴ്സ് ഉണ്ടല്ലോ, ഹിന്ദിയിൽ ഒരു ബ്രദർ ഞാനും ഒരു ബ്രദർ രാജീവ് പിള്ളയായിരുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ അഭിനയിച്ച് തകർത്തു അത്. പിന്നെ ഓക്കെ. അപ്പൊ ഒരു കാര്യം പറയും, ഇതിന്റെ ഇടയിൽ ഒരു ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ അപ്പം എന്നാ ജോലിയാ? ഞാൻ ആക്ച്വലി ഒരു 6-7 വർഷം, ഒരു 4 വർഷം മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. പിന്നെ പ്രൊമോഷനായിട്ട് മെഡിക്കൽ കമ്പനിയുടെ മാനേജറായി. അപ്പോഴും ഈ കളി ഉണ്ടായിരുന്നു. കളി എനിക്ക് ഭയങ്കര പാഷനായിട്ട് നിർത്താൻ എന്നാലും കിട്ടുന്ന സമയത്തൊക്കെ പോയി കളിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം വെറും മണ്ടത്തരം, മിണ്ടാതിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. റെപ്പിന് മിണ്ടിയല്ലേ ഒക്കത്തുള്ളൂ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അത് തന്നെയല്ലേ, ഇട്ടിച്ച് തള്ളിയിട്ടൊക്കെ കേറിയല്ലേ ഒക്കത്തുള്ളൂ. ശരിയാ. പക്ഷെ ഈ ഞാനൊരു കാര്യം പറയാം, ഈ മെഡിക്കൽ റെപ്സിനെ ബേസിക്കലി ഞാൻ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ്, നമ്മൾ ഡോക്ടേഴ്സിനെയൊക്കെ കാണാൻ വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ബാക്കി പേഷ്യൻസ് അല്ലെങ്കിൽ ബാക്കി റെപ്സ് എല്ലാം അവിടെ ഇരിപ്പുണ്ടാവും. അപ്പം നമ്മൾ അകത്തോട്ട് കയറുമ്പം ഇവരുടെ മുഖം മാറും, ദേഷ്യം വരും അല്ലേ? അതും ഞാൻ ഏറ്റവും ലാസ്റ്റ് ഒക്കെ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ന്യൂറോ സൈക്കാട്രി സെഗ്മെന്റാണ്. എന്റെ പൊന്നു സൈക്കാട്രി സെഗ്മെന്റിലേക്ക് അടി കിട്ടാതെ വരെ രക്ഷപ്പെട്ടു. നമ്മുടെ ഫ്രണ്ടിൽ ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഇതേപോലെ അടി കിട്ടിയിട്ടുണ്ട്. അതും മറ്റേ ഈ സൈക്കാട്രി പേഷ്യൻസ് ഒക്കെ ചിലർ അവിടെ വന്നിരിക്കുമല്ലോ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മറ്റേ ശാസ്ത്രമംഗലത്തെ MRR മേനോൻ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറിന്റെ വീട്ടിൽ ഇതേപോലെ വൈകിട്ട് കാണാൻ പോയി നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് നമുക്ക് റെപ്രസെന്റേറ്റീവ്സിന് സീനിയോറിറ്റി അനുസരിച്ച് കയറാൻ പാടുള്ളൂ. ഒരു 2-3 പേഷ്യൻസ് ഇരിപ്പുണ്ട്. അപ്പൊ അതിനിടയിൽ എങ്ങനെയെങ്കിലും കയറാം. ഒരു റെപ്രസെന്റേറ്റീവ് കയറി കഴിഞ്ഞാൽ ബാക്കി 2-3 അടുപ്പിച്ച് കയറാം ഇറങ്ങുന്നതിന്റെ ഇടയിൽ. അപ്പോൾ ഈ റെപ്രസെന്റേറ്റീവ് കയറാൻ വേണ്ടി പോകുന്ന സമയത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ബട്ട് നമ്മളെല്ലാം ഈ പേഷ്യൻസ് കയറുന്നതിന് മുമ്പ് ഡോറിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും, കാത്തിങ്ങനെ നിൽക്കും. അപ്പോൾ പേഷ്യൻസിനെ നോക്കണം, നമ്മൾ അഡ്ജസ്റ്റ് തുറക്കുന്ന സമയത്ത് കയറാൻ വേണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് നിൽക്കുന്ന സമയത്ത് ഒരു പേഷ്യൻറ്റ് ചിരിച്ച്, ആ പുള്ളിക്കാരൻ നോക്കി ഭയങ്കര ചിരിയൊക്കെയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ചിരിച്ച് ആ പേഷ്യൻ്റ് എഴുന്നേച്ച് അടുത്തൊന്ന് ഒറ്റ അടി. ആ പുള്ളിക്കാരൻ അതോടെ ബാഗ് എടുത്ത് പോയി, ഞാൻ പയ്യെ ബാക്കിലേ പോയി. പിന്നെ പേഷ്യൻ്റ് എല്ലാം പോയതിനു ശേഷമാണ് ഒന്ന് കയറിയത്. ആ പുള്ളിക്കാരൻ വട്ട
അതിനുള്ള മരുന്നിന് വേണ്ടിട്ട് തിരിച്ചടിക്കാൻ പറ്റോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളി അടി കൊണ്ടുപോകാതെ ഒറ്റ പോക്കി പോയി, ഒന്നും മിണ്ടിയില്ല. എല്ലാരും പോയി. പിന്നെ പേഷ്യന്റ് എല്ലാം പോയതിനു ശേഷമാണ് നമ്മൾ പിന്നെ വന്ന് ഡോക്ടറെ കാണുന്നത്. അപ്പൊ ശരിക്കും റെപ്പായിട്ട് വർക്ക് ചെയ്തു. അതിന്റെ ഇടയിലാണ് ഫിലിമിൽ അഭിനയിക്കാൻ വന്നത്. പക്ഷെ ക്രിക്കറ്റ് എനിക്ക് തോന്നുന്നു കുഞ്ഞുനാള് മുതലേ ഇഷ്ടമായിരിക്കും അതിനോട്. ഭയങ്കര ഇഷ്ടമായിരുന്നു ക്രിക്കറ്റ് അല്ലേ? വീട്ടില് വേറെ ആരെങ്കിലും ഇങ്ങനെ കലയോട് ഭയങ്കര ഇഷ്ടമുള്ള? അമ്മുമ്മയൊക്കെ, എന്റെ അച്ഛൻ്റെ അമ്മ പാട്ടുകാരിയായിരുന്നു, റേഡിയോ സ്റ്റേഷനിലെ പാട്ടുകാരിയായിരുന്നു. അമ്മയുടെ അമ്മ തിരുവാതിര ടീച്ചറായിരുന്നു. റിഗാറ്റയിലൊക്കെ തിരുവാതിര ടീച്ചറായിരുന്നു. പിന്നെ കൊട്ടാരത്തിലൊക്കെ അമ്മ പഠിപ്പിക്കാൻ പോവായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് കല കിടപ്പുണ്ട്. അപ്പൊ വിവേക് അവിടുത്തെ ഒരു ലേറ്റസ്റ്റ് ജനറേഷനിലുള്ള ഒരു കുട്ടി. അപ്പൊ വിവേക് ഏറ്റവും നല്ലൊരു കലാകാരനാവണമെന്നോ അല്ലെങ്കിൽ അമ്മൂമ്മ നല്ല പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ? അപ്പൊ പാട്ടുകാരനാവണമെന്നോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്? അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മ എന്നെ ഡാൻസ് മനഃപൂർവ്വം പഠിപ്പിക്കാനേ കൊണ്ട് ചേർത്തു, റിഗാറ്റയിൽ ഭരതനാട്യം പഠിപ്പിക്കാൻ ചേർത്ത്. പക്ഷെ ഞാൻ പോവില്ല. ഞാൻ അതുവഴി അവിടെ ഋഷിമംഗലം അമ്പലമുണ്ട്, അമ്പലത്തിന്റെ അടുത്തൊരു കൃഷ്ണൻകോവിൽ, അതിന്റെ അടുത്തൊരു കുളമുണ്ട്. ഞാൻ മീൻ പിടി ഇട്ടിരിക്കുന്ന ജുബയൊക്കെ ഊരി, ഈ ഡാൻസിന് നമുക്ക് പൈജാമയും ജുബയും ഇതാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ പോയി അത് ഊരി മീൻ പിടിക്കും, തിരിച്ചു വരും. ടീച്ചർ ഒരു 3-4 പ്രാവശ്യം ഇതേപോലെ ആയപ്പോഴത്തേക്കും ടീച്ചർ പിടിച്ചു. കാരണം ഇത് ജുബ നനഞ്ഞിരിക്കും തിരിച്ചു വീട്ടിൽ. അപ്പൊ അമ്മയ്ക്ക് ഡൗട്ട് അടിക്കില്ല, അമ്മ ഡാൻസ് കളിച്ച് തളർന്നു വരുന്നതാണ്. പക്ഷെ സംഭവം ഇതാണ്. പിന്നെ അമ്മുമ്മ ഒരു പ്രാവശ്യം, അമ്മുമ്മ അവിടെ പഠിപ്പിക്കുന്നതുകൊണ്ട് അമ്മുമ്മ വന്ന സമയത്ത് ഇത് കണ്ടുപിടിച്ചു. പിന്നെ അതിനുശേഷം പിന്നെ മനസ്സിലായി. പക്ഷെ അരങ്ങേറിയിട്ട് അമ്മ പറഞ്ഞു, അരങ്ങേറി കഴിഞ്ഞതിന് ശേഷം നീ നിർത്തിക്കോന്ന് പറഞ്ഞു. കറക്റ്റ് അതുവരെ അരങ്ങേറി നിർത്തി. ആഗ്രഹം സാധിച്ചു കൊടുത്തേച്ച് അങ്ങ് നിർത്തി. അമ്മൂമ്മ കണ്ടപ്പോ അമ്മൂമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അമ്മൂമ്മ സപ്പോർട്ടായിരുന്നു. പിന്നെ പാട്ട് ഞാൻ അമ്മൂമ്മ വീട്ടിൽ പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ വീട്ടിൽ പാട്ട് ഒരു 5ാം ക്ലാസ് വരെ വീട്ടില് അമ്മൂമ്മേരെ കൂടെ പോരുന്ന പാട്ട് പഠിക്കുമായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ പാട്ട് പഠിക്കാൻ വീട്ടിൽ വരും. സാധാരണ എന്താണെന്നറിയോ, ഇങ്ങനെ ചട്ടമ്പിത്തരമൊക്കെ കാണിക്കുമ്പോൾ അമ്മൂമ്മമാർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു, നമുക്ക് വീട്ടിലൊന്നും പറയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അമ്മൂമ്മയ്ക്ക് അറിയാതെ പോയി പറഞ്ഞത് അമ്മയുടെ അടുത്ത്. അമ്മൂമ്മയുടെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. അച്ഛൻ്റെ അമ്മയുടെ ഭയങ്കര അറ്റാച്ച്മെന്റ്. കാരണം ഞാൻ താമസിച്ചിരുന്നപ്പോ അമ്മൂമ്മ നമ്മളെ കൂടെയായിരുന്നു, നല്ല വെളുപ്പമായിരുന്നു. അപ്പൊ അച്ഛൻ്റെ അമ്മയെ ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നത് സ്വർണ്ണ അമ്മൂമ്മ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അമ്മയുടെ അമ്മ ഭയങ്കര ബ്ലാക്ക് ആയിരുന്നു. ബ്ലാക്ക് അമ്മ എന്നാണ് ഞാൻ അമ്മയുടെ അമ്മയെ വിളിച്ചോണ്ടിരുന്നത്. അപ്പം അമ്മയുടെ വീടൊക്കെ കരിക്കകത്താണ്. അപ്പൊ അവിടെ പോകത്തേ ഇല്ല ഞാൻ, കാരണം അവിടെ ഇപ്പൊ എല്ലാരും കേട്ട് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പൊ എന്നെ സത്യം വീട്ടിൽ ചെല്ലുമ്പോ കിട്ടിക്കോളും. ഈ സ്വർണ്ണ അമ്മൂമ്മയ്ക്കായിരുന്നു പാട്ടൊക്കെ അറിയാമെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അമ്മൂമ്മ 5ാം ക്ലാസ് വരെ ഞാൻ വീട്ടിൽ നിന്ന് പാട്ട് പഠിക്കുമായിരുന്നു. പിന്നെ അതിനുശേഷം ടേസ്റ്റ് മാറി ക്രിക്കറ്റിലോട്ടായി. അപ്പൊ ഈ ക്രിക്കറ്റിലോട്ട് ഇങ്ങനെ തിരിഞ്ഞ സമയത്ത് അമ്മൂമ്മ എന്നാ പറഞ്ഞു? അമ്മൂമ്മ സപ്പോർട്ടീവ് തന്നെയായിരുന്നു. അമ്മൂമ്മ എപ്പോഴും ഞാൻ വൈകിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അമ്മൂമ്മ, അന്നൊക്കെ 10 രൂപ ഭയങ്കര സംഭവമാണ്. അപ്പൊ അമ്മൂമ്മ എനിക്ക് 10 രൂപ എടുത്ത് തരുന്നത്. അപ്പൊ ഞാൻ നേരെ ബേക്കറി പോവും, 2 ഡ്രിങ്ക്സും 1 പപ്സും ഡെയിലി. ഇതെന്റെ ഭയങ്കര ഇതാണ്. അപ്പൊ അമ്മ ഡെയിലി പോയിട്ട് അമ്മ പൈസ തരും. ഇത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഒരു വീട്ടിലൊരു അമ്മൂമ്മ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്ന ഒരു സന്തോഷം ഇതാട്ടോ. കൊച്ചുമക്കൾക്ക് നമ്മൾ എന്നാ തെറ്റ് ചെയ്താലും അപ്പനെ അമ്മയൊന്നും അറിയിക്കാതെ അമ്മൂമ്മമാർ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു അമ്മൂമ്മമാരെ ശരിക്കും കിട്ടിയുണ്ടല്ലോ, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നി. അത്ര നല്ലതല്ലേ? അമ്മൂമ്മയുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ്, നമ്മൾ തൊടുമ്പോൾ അതാ ഭയങ്കര. പക്ഷെ അവരുടെ ഒരു കെയറിങ്, ഒരു കൺസേൺ, ഒരു പാമ്പറിങ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും ശരിക്കും അല്ലേ? ശരിക്കും അങ്ങനത്തെ അമ്മൂമ്മമാരെ എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പൊ എല്ലാ കൊച്ചുമക്കളും ഹാപ്പിയായി ചട്ടമ്പിത്തരം മാക്സിമം ചെയ്യാലോ. ഇനിയിപ്പം പാട്ടുകാരനായി. ഇത് അഭിനയം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന രീതിയിലാണ്, ഒരു അറിവുമില്ല, എനിക്ക് അതിനോട് ക്രേസ് ഇല്ല, എനിക്ക് കളിച്ചാൽ മതി, ക്രിക്കറ്റ് ആയിരുന്നു മെയിൻ ഉള്ളില്. പക്ഷെ ഈ 2-3 സിനിമ അടുപ്പിച്ച് അഭിനയിക്കുകയും ചെയ്ത് ഇതിന്റെ ഉള്ളിൽ എപ്പോഴാണ് ഞാൻ എന്നാ നീ ഒരു ആക്ടർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചേ? അങ്ങനെ തോന്നിയിട്ടില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 ഫിലിം ചെയ്തു, പിന്നെ പ്രിൻസിന്റെ ഹിന്ദി ഫിലിം ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഒന്നുമില്ല. പിന്നെ ജോലി ഓൾറെഡി റിസൈൻ ചെയ്തു. കാരണം ഈ CCL തുടങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ട് ജോബ് റിസൈൻ ചെയ്തു. കാരണം ഈ പേപ്പറിലൊക്കെ മറ്റേ CCL ടീമിന്റെ ഫോട്ടോ വരുമ്പോൾ എൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ ആ സമയത്ത് കമ്പനി കോർപ്പറേറ്റ് ഓഫീസ് എല്ലാം മുംബൈ ഒക്കെയാണ്. അപ്പോൾ അവരറിഞ്ഞു അങ്ങനെ പ്രശ്നമാകേണ്ട പാടില്ല, ഏതെങ്കിലും ഒരിടത്തേ പറ്റുള്ളൂ എന്നുള്ളതുണ്ട്. അപ്പം അങ്ങനെ ജോബ് റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്ത് ഈ ഹിന്ദി ഫിലിം കഴിഞ്ഞ് വന്നതിന് ശേഷം ഏകദേശം ഒരു 1 ഇയർ ഗ്യാപ്പായി. പിന്നെ ഒന്നുമില്ല, അങ്ങനെ ഗ്യാപ്പായി. അപ്പം വീട്ടിലും ചെറിയ പ്രഷർ തുടങ്ങി, ചുമ്മാ വീട്ടിലിരിക്കുന്നുള്ള ഇതിൽ പ്രഷർ തുടങ്ങി. അപ്പം സീരിയസ് ആയിട്ട് ചിന്തിച്ചു. കാരണം തിരിച്ച് ഇനി ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ CCL എല്ലാ വർഷവും ഉണ്ട്, തിരിച്ച് സെലിബ്രിറ്റിയിലേക്ക് വരാൻ പറ്റില്ല. അപ്പം കാരണം സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് എല്ലാ വർഷവും ഉണ്ട്. അപ്പം ഇപ്പൊ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ അടുത്ത വർഷം വീണ്ടും റിസൈൻ ചെയ്യണം. അപ്പൊ അങ്ങനെ നടക്കൂല.
അപ്പം അതുകൊണ്ട് ഞാൻ ഇത് വേണ്ടാന്ന് വെച്ചു, ജോബ് വേണ്ടാന്ന് വെച്ച് ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വെച്ചു. പിന്നെയും നോക്കിയിട്ട് രക്ഷയില്ലാതെ ആയപ്പോഴത്തേക്കും ഞാൻ തിരിച്ച് വീണ്ടും ക്രിക്കറ്റൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇനിയിപ്പോൾ CCL ഒന്നും വേണ്ട ഇത് തീരുമാനിച്ച് നേരെ ജോലിക്ക് ട്രൈ ചെയ്യാൻ. ഏകദേശം ബയോഡേറ്റൊക്കെ അയച്ച് ഏകദേശം ഇന്റർവ്യൂവിനെല്ലാം വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞു, സീരിയലിൻ്റെ സംഭവത്തിൽ ഓഡീഷൻ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ഓഡീഷൻ കൊടുത്തു. അപ്പോൾ അതിനുശേഷം അവർ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടും കോളൊന്നുമില്ല. അപ്പോൾ വൈഫ് പറയുന്നത് ചുമ്മയാണ്, നടക്കാത്ത കാര്യമാണ്, ജോലിക്ക് നോക്കാത്തത്. വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ ഞാൻ 1 ആഴ്ച കൂടെ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അപ്പം വീണ്ടും 1 ആഴ്ച ശേഷം വീണ്ടും ഒരു ഓഡീഷന് വിളിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ മാത്രമേ ആണായിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും ലേഡീസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തൊരു സംഭവം ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെ കഴിയുന്ന രീതിയിലൊക്കെ എന്തൊക്കെയോ ചെയ്ത് ഒപ്പിച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഓഡീഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് കൺട്രോളർ വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ സെലക്ട് ആയിട്ടുണ്ട്, ഇങ്ങനെ സീരിയലിൽ സെലക്ട് ആയിട്ടുണ്ട്, അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ വിളിച്ച് പറയാനാണ്. അപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസമായി, ഏതോ ഒരു ക്യാരക്ടർ ഫിക്സ് ആയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസമായി. അപ്പോൾ തിരിച്ച് വീട്ടിൽ ഞാൻ പറഞ്ഞിട്ട് ഇതേപോലെ വീണ്ടും ഒരു 2 വീക്സ് ഒരു ഇതുമില്ല. അപ്പോൾ ഞാൻ ചുമ്മാ ചിലപ്പം ചിലപ്പോൾ ആ പ്രോജക്റ്റ് നടക്കാതെ പോയതായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം എന്ന് വെച്ചാൽ വിട്ടു. വീണ്ടും ജോലിക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കോൾ. അപ്പോൾ ഞാൻ പറയും വൈഫിനോട് ഇത് അവരായിരിക്കും നോക്കിക്കുമെന്ന്. അപ്പോൾ പരിചയത്തിൻ്റെ നമ്പർ ഞാൻ എടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെ സെലക്ട് ആണ്, ഇങ്ങനെ ഇതാണ് ഷൂട്ട് നമുക്ക് അടുത്ത ആഴ്ച ഇന്ന ഡേറ്റിന് സ്റ്റാർട്ട് ആവുകയാണ്, നമ്മൾ ഹീറോ ആയിട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അത് കേട്ടപ്പോൾ കാരണം പിന്നെ ഇത് എന്ത് സംഭവം എനിക്കൊന്നും ചോദിക്കാൻ, എനിക്ക് ഇതിനെപ്പറ്റി പിന്നെ എങ്ങനെ ചോദിക്കാം. കാരണം സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സിനിമയെ പറ്റി എനിക്ക് അറിയില്ല, എന്താണ് ക്യാരക്ടർ എങ്ങനെ അതൊന്നും ചോദിക്കണമെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞില്ല. അപ്പം ഞാൻ ഇപ്പൊ ഇവര് പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ ഫോൺ വെച്ചു. പിന്നെ ഇതിപ്പോ എങ്ങനെയാണ് നമ്മുടെ ഹീറോ എന്താണ് നമ്മൾ ചെയ്യുന്നത് ഒന്നും അറിഞ്ഞൂടാ. പിന്നെ മറ്റേ ധനുഷിൻ്റെത്, പൃഥ്വിരാജ്, എല്ലാവരുടെതും കിട്ടി ഫുള്ള് സിനിമകളിട്ട് കാണുന്നത്. അത് മറ്റേ എൻ്റെ അടുത്ത് ആരൊക്കെ പറഞ്ഞു മറ്റേ ഈ ചെറിയ സിനിമകളൊക്കെ ഉണ്ട്, മറ്റേ ഈ ധനുഷൊക്കെ അഭിനയിച്ച ഭയങ്കര ലോ ബഡ്ജറ്റ് പടം, അതൊക്കെ ഇട്ട് കാണണം, അപ്പോൾ ഭയങ്കര അവരുടെയൊക്കെ അഭിനയത്തിൻ്റെ ഇത് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഞാൻ എല്ലാ സിനിമ ഇട്ട് കാണും. ഇതിനേക്കാൾ എൻ്റയർലി ഡിഫറെന്റ് ആണ് അവിടെ ഉണ്ടായ സംഭവം എന്നുള്ളത്. പക്ഷെ എന്നാലും ഒരു ആദ്യത്തെ ഒരു 2 മാസം ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിരിക്കുന്ന ചിരിയൊക്കെ നമുക്ക് അതിൽ ആർട്ടിഫിഷ്യൽ ചിരിയാണ്, നമ്മൾ ചിരിക്കാൻ അവർ പറയും ഈ ഇത് പറയുമ്പോഴത്തേക്കും ചിരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒറിജിനൽ ചിരി നമ്മുടെ ഉള്ളിൽ നിന്ന് വരില്ല. അയ്യോ സത്യം ശരിക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. അപ്പൊ അതിനുമായിട്ട് ട്യൂൺ ആവാൻ കുറച്ച് സമയം അപ്പൊ ഡയറക്ടേഴ്സിന്റെ ഒക്കെ ക്ഷമ നശിപ്പിച്ച് ചുരുക്കം പറഞ്ഞാല്. പക്ഷെ അദ്ദേഹത്തെ സമ്മതിക്കണം, കാര്യം എന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു ആക്ടറിനെ മോൾഡപ്പ് ചെയ്തെടുത്തില്ലേ അല്ലേ, ആ ഒരു പേഷ്യൻസോട് കൂടിയും വിവേക് തന്നെ വേണം എന്ന് വിചാരിച്ചിട്ട് അത്ര സിൻസിയർ ആയിരുന്നു. ഇത് ഈ മോൾഡപ്പ് ചെയ്തെടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ ഉണ്ട്, നമ്മൾ സുരേഷ് ചേട്ടനെയാണ്, പ്രിൻസ് ആൻഡ് അസോസിയേറ്റ്. അപ്പൊ ഹിന്ദി സിനിമ ഞാൻ ചെയ്ത സമയത്ത് സുരേഷ് കൃഷ്ണ എനിക്ക് ദേഷ്യം മുഖത്ത് വരണമെന്ന് പറഞ്ഞു. അപ്പം സുരേഷ് ചേട്ടൻ വന്ന് എൻ്റെ അടുത്ത് എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടിരുന്നത് നീ ബോൾ ചെയ്തു, ബാറ്റ്സ്മാൻ LBW ആയി, അത് ശരിക്കും LBW ആണ്, പക്ഷെ അമ്പയർ നിനക്ക് വിക്കറ്റ് ഒന്നുമില്ല. അപ്പൊ അമ്പയറിന്റെ മുഖത്ത് നിന്റെ ദേഷ്യം അത് മൊത്തം നീ ഇവിടെ കാണിക്കണമെന്ന്. വായും ചുണ്ടും നനക്കില്ല, ദേഷ്യം മാത്രം മുഖത്ത് വന്നാൽ മതി. ഞാൻ കറക്റ്റ് അതുപോലെ അവൻ ലാസ്റ്റ് പ്രിയൻ സാറ് സുരേഷ് ഇവൻ നന്നായിട്ട് ചെയ്യണമല്ലോ എന്ന് കണ്ട വെയിറ്റ് മൊത്തം സുരേഷ് കാണുമ്പോ ഞാൻ പിള്ളേരെ ക്ലാസ് എടുക്കുമെന്ന് ശരിക്കും. അപ്പം ഈ വിവേക് അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് വിവേകിനെ ഇപ്പൊ മനസ്സിലായി, ക്രിക്കറ്റുമായിട്ട് കമ്പയർ ചെയ്താല് വിവേക് പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കും. ഈ 2 മാസം ഇത് അവരോട് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അവരിങ്ങനെയൊക്കെ ചെയ്തു ആഗ്രഹമുണ്ട് പറഞ്ഞു. പക്ഷെ ഞാൻ പുതിയൊരാള് പുതിയ ടീം എങ്ങനെ പോയി പറയുന്നത് ശരി നമുക്ക് പറയാൻ പാടുണ്ടോ എന്നൊക്കെ ഭയങ്കര ഒരു ടെൻഷൻ ആയിരിക്കും. ഇപ്പം നിങ്ങള് സഞ്ജു സാംസങ് എല്ലാവരുമായിട്ടാണ് കൂടുതൽ നിങ്ങൾ ആ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ കളിച്ചെന്നൊക്കെ പറഞ്ഞു. സ്റ്റിൽ സഞ്ജു വിളിക്കുകയും വർത്താനം പറയും, നമ്മൾ ഇപ്പോഴും കാണാറുണ്ട്. സഞ്ജു ജൂനിയർ ആണ്, നമ്മൾ ഇപ്പോഴും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. പിന്നെ അധികം ഫോൺ വഴിയുള്ള കോൺടാക്റ്റില്ല, കാരണം അവരും തിരക്കും ബിസിയും ആയിരിക്കും, അവരും അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ തിരിച്ചു വിചാരിക്കുന്നത്. അപ്പോൾ ഫോൺ വഴിയുള്ള കോൺടാക്ട് കുറവാണ്. എന്നാലും നമ്മൾ ഗ്രൂപ്പൊക്കെ ഉണ്ട്, നമുക്ക് മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ അത് എല്ലാ അപ്ഡേറ്റ്സും വരും. നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോയില്ലെങ്കിലും അപ്പൊ അപ്ഡേറ്റ്സ് കിട്ടും, അവിടെ എന്ത് നടക്കുന്നു എന്നുള്ള അപ്ഡേറ്റ്സ് എല്ലാം കിട്ടും. പിന്നെ ജൂനിയേഴ്സ് പിള്ളേർക്കുള്ള സംഭവങ്ങൾ. എനിക്കൊരു ആഗ്രഹമുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു. പിന്നെ തീർച്ചയായിട്ടും അതാ ഇപ്പൊ പക്ഷെ ശരിക്കും നമ്മളെ ക്രിക്കറ്റ് ലീഗിലൊക്കെ നമ്മളെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ സോർട്ട് ചെയ്യത്തില്ലേ ആൾക്കാരെ, അതിനകത്ത് നമ്മളെ തള്ളി മാറ്റിയ പോലെയൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? കുറെ പ്രാവശ്യം ഇതേപോലെ Under-16 Under-14 സെലക്ഷൻ ഇറങ്ങിയിട്ട് ഒറ്റ വർഷം ഇറങ്ങിയിട്ട് എനിക്ക് കിട്ടാതിരുന്നുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിരുന്നു അമ്മൂമ്മയുടെ അടുത്താണ് ഈ കരയുന്നത്. ഫുൾ അമ്മൂമ്മ എടുത്തു, അമ്മൂമ്മ ഞാൻ ഇത്രയും നന്നായിട്ട് കളിച്ചിട്ടും കിട്ടിയില്ല അമ്മൂമ്മ എന്നൊക്കെ ഞാൻ പറഞ്ഞങ്ങ് കരയും, ഭയങ്കരമായിട്ട് ലിറ്ററലി ഞാൻ കരയും.
കരയുന്ന സമയത്ത് അമ്മ പോട്ടറാ കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ഉണ്ടല്ലോ, അടുത്ത പ്രാവശ്യം കിട്ടും അമ്മ എല്ലാ പ്രാവശ്യവും സമാധാനിപ്പിക്കും. അങ്ങനെ ഒരു അണ്ടർ-19 ഒരു പ്രാവശ്യം ഇങ്ങനെ സ്റ്റേറ്റ് കളിച്ചു. അതാണ് എനിക്ക് ഏറ്റവും വിഷമം വന്ന സംഭവം. അണ്ടർ-19 സ്റ്റേറ്റ് കളിച്ച സമയത്ത് ലീഡിങ് വിക്കറ്റ് ടേക്കർ ആയിരുന്നു. അതിനുശേഷം അടുത്ത വർഷം എനിക്ക് ആ വർഷത്തോടെ അണ്ടർ-19 കഴിഞ്ഞു. അടുത്ത വർഷം അണ്ടർ-25 ആണ്. അണ്ടർ-25 ഡിസ്ട്രിക്ട് ടീമിന്റെ റിസർവിൽ പോലും ഞാൻ വന്നിട്ടില്ല. അത് എന്ത് സംഭവിച്ചു, എങ്ങനെയാണ്? കുറച്ച് പൊളിറ്റിക്സിന്റെ ആ സംഭവം ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പോഴും ഉണ്ടോന്ന് ഇപ്പൊ ഞാൻ ഒരിക്കലും കിട്ടുകയില്ലെന്നാണ് പറയുന്നത്. കുറച്ച് ബെസ്റ്റ് പ്ലേയേഴ്സിന് കിട്ടും, കുറച്ച് പുഷും കൂടെ ഒരു ബാക്കിൽ നിന്ന് വേണം. അല്ലെങ്കിൽ അങ്ങനെ ആ ലെവൽ ക്ലബ് അങ്ങനെയായിട്ട് ഈ ക്ലബ് ലെവൽ പൊളിറ്റിക്സ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പോൾ നല്ലോണം കളിക്കുന്ന ഒരു പ്ലെയർ ഒരു ക്ലബ്ബിലുണ്ട്, അതേപോലെ വേറൊരു പ്ലെയർ വേറൊരു ക്ലബ്ബിലുണ്ടെങ്കിൽ ഈ രണ്ട് ക്ലബിന്റെ പൊളിറ്റിക്സ് വെച്ച് ഏത് ക്ലബിനാണോ കൂടുതൽ പുഷ് ചെയ്യാൻ പറ്റുക ആ ക്ലബ്ബ് പുഷ് ചെയ്ത് അവരെ കയറ്റും. നമ്മളിപ്പോൾ ഇത്രയും നല്ലോണം കളിച്ചു, ഇത്രയും വിക്കറ്റ് ഉണ്ടെന്ന് പറയുന്ന കാര്യമില്ല. ചിലപ്പോൾ ആ പുള്ളിയും അത്രയും കളിച്ചാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കുറച്ച് പെർഫോമൻസ് ബാക്കിലായിരിക്കും, പക്ഷെ ആ ക്ലബ്ബിൽ നിന്ന് അവർ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കയറി ഇൻഡിവിജ്വലി എടുക്കത്തില്ല. ഒന്നുമില്ല, ബെസ്റ്റ് പ്ലെയർ ആണെന്ന് പറഞ്ഞിട്ട്. അത് വലിയൊരു പ്രയാസം അല്ലേ? ഈ സെലിബ്രിറ്റി ആയ ശേഷം അമ്മൂമ്മ കണ്ടോ? അമ്മൂമ്മ കണ്ടിട്ടില്ല. ഞാൻ അണ്ടർ-19 കേരള കളിക്കുന്ന ഫസ്റ്റ് മാച്ച് കളിക്കുന്ന എൻ്റെ ഫസ്റ്റ് ബോളിൽ വിക്കറ്റാണ് എനിക്ക്. ഞാൻ അറിയുന്ന ഫസ്റ്റ് ബോളിൽ എനിക്ക് വിക്കറ്റ്, ആന്ധ്രയുടെ ഒരു ബാറ്റ്സ്മാൻ ഫസ്റ്റ് ബോളിൽ വിക്കറ്റ് വീഴുന്നു. ആ സമയത്ത് അമ്മൂമ്മ മരിക്കുകയാണ്. അയ്യോ, അന്ന് എനിക്ക് 3 വിക്കറ്റ് കിട്ടി. 3 ഡേ മാച്ച് ആയിരുന്നു. അന്ന് 3 വിക്കറ്റ് കിട്ടി. ആ സമയത്ത് മലയാള മനോരമ ഇന്റർവ്യൂ എടുക്കാൻ വന്നിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഇത് അറിയുന്നില്ല, കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. കളി കഴിഞ്ഞ് ഇവർ ഇന്റർവ്യൂ എടുക്കാൻ വന്ന സമയത്ത് അപ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഭയങ്കര ഷോക്കായിപ്പോയി ഞാൻ. പിന്നെ അപ്പം ഇവർക്കൊന്നും ഇന്റർവ്യൂ എടുക്കാതെ ഞാൻ അപ്പം നേരെ അങ്ങ് തിരിച്ച് വീട്ടിൽ പോയി. ശരിക്കും ടീമിൻ്റെ കൂടെ അവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യണം എന്നാണ്, പക്ഷെ ഇവരെന്നെ പറഞ്ഞ് വീട്ടിൽ വിട്ട് കുഴപ്പമില്ല, വീട്ടിൽ പോക്കോന്ന്. ഞാൻ തിരിച്ചപ്പം തന്നെ അവർ വീട്ടിൽ വിട്ടു. ഇവർ തിരിച്ച് ഫോളോ ചെയ്ത് തന്നെ വീട്ടിൽ വന്നു മലയാള മനോരമ. എന്നിട്ട് മാമനാണ് പിന്നെ ഇന്റർവ്യൂ എടുത്തത്. എൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും പിന്നെ മാമനാണ് എൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത്. കാരണം നമ്മൾ അമ്മൂമ്മ എടുത്ത് അത്ര അറ്റാച്ച്മെന്റ്, അമ്മൂമ്മ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഓഫ്കോഴ്സ് നമുക്ക് എത്രയായാലും സഹിക്കാൻ ഒക്കത്തില്ല. അതും അവസാന നിമിഷങ്ങൾക്ക് അമ്മൂമ്മ പ്രഷർ റൈസ് ചെയ്ത് മുഖിൽ കൂടെയൊക്കെ ബ്ലഡ് വന്നു. പിന്നെ ബാത്റൂമിൽ പോണ സമയത്ത് വീണു. ഈ സമയത്തൊക്കെ ഫുള്ള് ഞാനാണ് അമ്മൂമ്മേനെ എടുക്കുന്നതും കെയർ ചെയ്യണതും ബാത്റൂമിൽ കൊണ്ടുപോകണതും ഒക്കെ ഞാനായിരുന്നു. അയ്യോ, സെന്റിയാവുന്ന വിവേക് വേണ്ട, പറയണ്ട. നമുക്ക് ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത് കഴിക്കാം, അതാന്നല്ല. അപ്പൊ വിവേക് കുറച്ചൊന്ന് എനർജറ്റി കൂടുതലാവും. ഇത് പറയുമ്പോ ഞാനും കൂടെ ഇച്ചിരി സെന്റിയാവും. ഇത്രയും നല്ലൊരു അമ്മൂമ്മ ഇങ്ങനെയൊക്കെ പറ്റുന്ന പറയുമ്പോൾ ആർക്കായാലും, ഞാനെന്നല്ല ആർക്ക് കിട്ടാലും സങ്കടമാവും. ഇപ്പൊ ഒരു കാര്യം ചെയ്യട്ടോ, വിവേകിന് ഒരു ചെറിയൊരു സങ്കടം വന്നിട്ടുണ്ട്, അത് മാച്ച് കളയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ബിരിയാണി കൊടുക്കുമ്പോൾ ചിലപ്പോൾ വിവേക് അതൊക്കെ മറക്കും. വൈഫ് ഭയങ്കര നല്ലൊരു കുക്കാണ്. വൈഫും വൈഫിന്റെ അമ്മയും. വൈഫ് സ്ഥിരം ചേച്ചിയുടെ പ്രോഗ്രാം കാണാറുണ്ട്. എന്റെ അടുത്ത് പ്രത്യേകം പറയണെന്ന് പറഞ്ഞിട്ടാണ് എന്റെ പ്രത്യേക അന്വേഷണം. ഇനി അവിടെ വല്ല സ്പെഷ്യൽസും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് വിവേകിന്റെ അടുത്ത് കൊടുത്തു വിട്ടൂടായിരുന്നു. മറ്റേ ഓൺലൈൻ വഴിയൊക്കെ സംഭവം, അവിടെ ഫുൾ മറ്റേ ട്രാവൽ ആൻഡ് ലിവിംഗ് മറ്റേ സംഭവങ്ങളുണ്ട്. അത് കണ്ട് ഇത് കംപ്ലീറ്റ് എന്റെ അടുത്താണ് പരീക്ഷണം മൊത്തം. അതെല്ലാ ഭാര്യമാരും അങ്ങനെ, അതറിയാമല്ലേ. നമ്മൾ വീട്ടിൽ എന്നതേലും ഉണ്ടാക്കിയ, ഞാൻ തന്നെ ഉണ്ടാക്കിയ എന്റെ ഏട്ടനല്ലേ ആദ്യം കൊടുക്കുന്നത്, അതിനേച്ച് ബാക്കിയുള്ളവർക്ക് കൊടുക്കുള്ളൂ. കാര്യം എന്നാന്നറിയാവോ, നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഹസ്ബൻഡിന് കൊടുക്കുമ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള അവരെ കറക്റ്റ് ആയിട്ട് പറയത്തുള്ളൂ. അടിപൊളി കേട്ടോ, നല്ല ഇഷ്ടമായോ? ഇത് ഉറപ്പായിട്ട് 5 കിലോ കൂടും. കാരണം ചേച്ചി അത്രയും നല്ല മനസ്സോടുകൂടി വെച്ചിരുന്ന ബിരിയാണി എന്നറിയാം. ഒന്നും പറയില്ല, കിടില. വിവേകിന് ഇങ്ങനെ ഭക്ഷണത്തിൽ റെസ്ട്രിക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇന്നതേ കഴിക്കത്തുള്ളൂ എന്നൊക്കെ? ഒന്നുമില്ല. ഞാൻ തിരിച്ചടിക്കാതെ തന്നെ സത്യം ഞാൻ പറയാവുന്നത്. വെരി ഗുഡ്. എന്ത് കിട്ടിയ പിന്നെ ഇഷ്ടമില്ലാത്ത സംഭവം ഞാൻ കഴിക്കില്ല. കാരണം എനിക്ക് അലർജി ഇല്ല. ഞാൻ ഇതുവരെ പിന്നെ അന്വേഷണം കഴിച്ചില്ല. കുഞ്ഞിലെ ഞാൻ പ്രാവശ്യം കഴിച്ചിട്ട് രാത്രി ഛർദ്ദിച്ചു. അന്വേഷണം പിന്നെ അത് ആ ഒരു 8 പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുള്ളൂ. പിന്നെ എനിക്ക് പേടി, ഉള്ളിലൊരു പേടി. ഇതൊക്കെ കഴിച്ചാലോ കൊഞ്ചും എന്ത് കഴിക്കും, അത് ചെന്നാ പിന്നെ ദഹിക്കാഞ്ഞിട്ടായിരിക്കും കേട്ടോ. കുഞ്ഞെ ഒന്നുകൂടെ കഴിച്ചു നോക്കുക, ഒരു കുഴപ്പമില്ല. ഞാൻ ഫാമിലി ആയിട്ട് നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന, ഈ മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇൻസെന്റീവ് ട്രിപ്പ് അടിച്ചു. തായ്ലൻഡിലായിരുന്നു. ഞാൻ ഫാമിലി ആയിട്ട് പോയി. ഞാൻ അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓൾ ഓവർ ഇന്ത്യ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. നമ്മളെല്ലാം ഇങ്ങനെ പോകുക. അവിടെ ഈ വഴിയിൽ ചെറിയ മറ്റേ കപ്പലണ്ടി പോലെ കടയിൽ എന്തോ ഒരു കൂണ് കൂട്ടി എന്നതിട്ട് എല്ലാവരും ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ ചെന്ന് ഇതേപോലെ മേടിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ്. മറ്റേ ഈ പോപ്കോൺ പോലെ ഇരിക്കും. കഴിച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ഈ മറ്റേ ക്രിക്കറ്റ് സംഭവം ആ സംഭവം വരെ കഴിച്ചിട്ടുണ്ട്. പിന്നെ അത് ശരിക്കും നമ്മൾ ഈ കാരമൽ പോപ്കോൺ കഴിക്കുന്നില്ലേ, അതേപോലത്തെ ഒരു ഫ്ലേവർ ആയിരുന്നു അന്ന് ഞാൻ കഴിച്ചത് സംഭവം.
എങ്ങനെ അറിഞ്ഞില്ല, അറിഞ്ഞോണ്ട് കഴിച്ചതല്ല. പിന്നെ വേറെ സംഭവം ചേച്ചി എന്ത് വിചാരിക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്താ അത് പറഞ്ഞിട്ട് പിന്നെ ചോദിച്ചില്ല മോശ. ഞാൻ വീട്ടിൽ പച്ചക്കൊക്കെ ഇറച്ചി കഴിക്കുമായിരുന്നു. മീന് ഇറച്ചി ഇതെല്ലാം പച്ചക്ക് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് കഴിക്കും. ശരിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ, എബ്രോഡ് ഉള്ള ആൾക്കാരൊക്കെ സത്യം പറഞ്ഞ മീറ്റ് ഒന്നും അധികം വേവിക്കുകയല്ല. ഈ സെയിം സാധനം തായ്ലൻഡിൽ പോയപ്പോഴത്തേക്കും ഇതേപോലെ മറ്റേ ഫിഷ് ടാങ്കിൻ്റെ അകത്ത് മീൻ ഇട്ടിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മൾ ഏത് മീനാണ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിടിച്ച് നേരെ വെച്ചാൽ അത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പിടിക്കും, അപ്പം തന്നെ പിടിക്കും, നേരെ മറ്റേ രണ്ട് വര ഇങ്ങനെ വരയ്ക്കുമല്ലോ, 2 വര വരെയും മസാല ഇങ്ങനെ കയ്യിലെടുത്ത് അവർ തേക്കും, മീനിൽ ഇങ്ങനെ തേക്കും. ആ പിടച്ചോണ്ടിരിക്കുന്ന മീൻ തന്നെ നേരെ എണ്ണയിലിടില്ല, മറ്റേ തവ ഫ്രൈ ആണ്. അതിൽ കുറച്ചിട്ട് ഇങ്ങനെ വെക്കും, ഇതാക്കും, എണ്ണ ഇങ്ങനെ സ്പ്രേയും വീണ്ടും 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നേരെ നമ്മൾ പ്ലേറ്റിൽ വെച്ചു. പ്ലേറ്റിൽ വെക്കുന്ന സമയത്ത് ഈ മീനിൻ്റെ മറ്റേ ഗിൽസ് ഒക്കെ ഇങ്ങനെയാണ്. അതും ഞാൻ കഴിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ പാപം എങ്ങനെ. പിന്നെ ഈ കൊന്നാ പാപം തിന്നാ തീരുന്നൊക്കെ പറയും, പക്ഷെ എന്നാലും നമ്മൾ മലയാളികളല്ലയോ, അന്നേരം അതിങ്ങനെ ജീവൻ പോകുന്ന കാണുന്ന പ്രയാസം തോന്നിയില്ലേ? എനിക്കൊന്നും തോന്നിയില്ല. പിന്നെ ഈ ചിക്കൻ്റെയും മറ്റേ മീനിന്റെ ഒക്കെ നല്ല സോഫ്റ്റ് റോസ് കളർ പീസസ് ഒക്കെ ഉണ്ടല്ലോ, അല്ല ഈ വയ്ക്കുന്നതിന് മുമ്പുള്ള സംഭവം അതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഒരു കടി അടിക്കാതെ അതാ പറഞ്ഞു. ഇപ്പോഴത്തെ കാര്യം പറയട്ടെ, എന്റെ തമ്പുരാനെ ചന്തയിലൊന്നും ഇറച്ചി മേടിക്കാൻ വിടാൻ ഒക്കെയല്ലോ, അവിടെ നിന്ന് തിന്നുവെന്ന് തോന്നി. പണ്ട് വീട്ടിൽ ഈ ചിക്കൻ ഇതൊക്കെ മേടിക്കും, ഞാൻ ആ വീട്ടിൽ കഴിക്കൊണ്ടു. ഇപ്പൊ സമ്മതിക്കില്ല വീട്ടിൽ കഴിവാൻ. സ്വഭാവം ഒട്ടും സമ്മതിക്കില്ല. സാർ കറി വെക്കാൻ വരുമ്പോ ഒന്നും കാണുകയല്ല. 1 കിലോ ഇറച്ചി വെച്ചാൽ 500 കഴിക്കും, അന്നേച്ചേ കൊടുക്കുന്നത്. ശരിക്കും വൈഫ് ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരി തന്നെ പറഞ്ഞു, എന്റെ തമ്പുരാനെ എന്നാന്ന് കൊണ്ടുവരാൻ മേലായിരുന്നു. വിവേകിന്റെ പകുതി സത്യം അവിടുന്ന് കേൾക്കായിരുന്നു. പക്ഷെ ഒരു കാര്യം പറയാം, ആ റോ ആയിട്ട് കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കൂടുതലെന്ന് പറയുന്നത്. എനിക്ക് പക്ഷെ അങ്ങനെ ടേസ്റ്റ് ഈ മസാലയും കൂടെ തേച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. പച്ചമീനകത്ത് നമ്മൾ എന്തായാലും പൊരിക്കുന്നതിന് മസാല മറ്റേ മുളക് കറി മസാല എല്ലാം ആക്കിയിട്ടല്ലേ പൊരിക്കുന്നത്. ആ കറി മസാല ഒക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് അതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു മറ്റേത് എരിവും പുളിയൊന്നും കാണൂല എന്നുള്ളതേ ഉള്ളൂ. ഇത് ചെറിയ എരിവും പുളിയൊക്കെ. അയ്യോ പറ്റിയല്ല. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ടു ബി ഫ്രാങ്ക് ആയിട്ട് പറയണം, ഇതിന് എന്ത് ടേസ്റ്റ് ആണ്? അങ്ങനെ എനിക്ക് വലിയ ഈ മസാല ഉള്ള സമയത്ത് ചെറിയ എരിവ് ഫീൽ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഒരു ടേസ്റ്റും ഇല്ല. നമ്മൾ സാധാരണ നമ്മളെ കയ്യിൽ നഖമൊക്കെ കടിക്കും, അതിൻ്റെ ചെറിയ തൊലിയൊക്കെ വരുന്നെങ്കിലുള്ള ഫീൽ ഇല്ല, അതേപോലത്തെ ഫീലേ ഉള്ളൂ. എന്തിനല്ലേ മെനക്കെട്ട് ഇങ്ങനെയൊക്കെ കഴിക്കണ്ടേ? വേണ്ട വേണ്ട വേണ്ട, നേരെ ചൊവ്വ ഇച്ചിരി വെന്ത ഇറച്ചിയൊക്കെ കഴിച്ചാൽ മതിയേ വേണ്ട. അപ്പൊ പിന്നെ വിവേകിന് എന്നാ തന്നാലും കഴിക്കും. ഞാൻ ഇത് കഴിക്കില്ല, ബീഫ് കഴിക്കില്ല. ബീഫ് കഴിക്കില്ല എന്ന് പറഞ്ഞാൽ വേറെ ബീഫ് കഴിക്കുമായിരുന്നു. അങ്ങനെ പുറത്ത് ഒരു ടാറ്റു ചെയ്തു, ഒരു ഓം നമ ശിവായ എന്ന് ബാക്കിൽ ഒരു ടാറ്റു ചെയ്തു. അതിനുശേഷം ബീഫ് ഭഗവാന്റെ ഒരു ഇത് മറ്റേ കാള ഭഗവാന്റെ നന്ദി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് ബീഫ് സ്റ്റോപ്പ് ചെയ്തു. ബീഫ് കഴിക്കണ്ട വിചാരിച്ചിട്ടാ ഭഗവാന്റെ എഴുതിയത്, അതോ അങ്ങനെയൊന്നും എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആലോചിച്ചു, അപ്പം നമ്മൾ ഈ ബീഫ് ഇതൊക്കെ പോത്ത് അതൊക്കെ കഴിക്കണമെങ്കിൽ അത് മോശമല്ലേ എന്നുള്ളൊരു തോന്നലുള്ളിൽ. ശരിക്കും വിവേക് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ ടാറ്റു ഒക്കെ കയ്യിൽ ഇങ്ങനെ ചെയ്യുമ്പോഴേ നോവത്തില്ലേ? ആ സമയത്ത് ഇത് ഈ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് ചെയ്തതാ. നോവത്തില്ലേ? പിന്നെ അറിഞ്ഞു വെച്ചോണ്ട് തന്നെ ഈ നോവലൊക്കെ അനുഭവിക്കുന്നത് പോത്തുമില്ല അദ്ദേഹത്തിന്. പണ്ട് മുതലൊരു ക്രൈസ് ആയിരുന്നു. ഒരു ഈ ടി വിയിലൊക്കെ നമ്മൾ മറ്റേ പ്ലേയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ വിരാട് കോഹ്ലി ഒക്കെ ചെയ്യുന്നത്, അങ്ങനെ ഒരു ക്രൈസ് കയറി ചെയ്തതാ. അപ്പൊ ഇത് ദേഹത്തിന് നമുക്ക് മടുത്താലും ഊരികളയാൻ നോക്കിയല്ല. ഇപ്പൊ പക്ഷെ ഞാൻ അത് ബുദ്ധിമുട്ട്. ഇപ്പം ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇതിൽ കാണുവാണെങ്കിൽ നമുക്ക് അത് മേക്കപ്പ് ഒക്കെ ഇട്ട് ഹൈഡ് ചെയ്യണം, അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് കയ്യിൽ എന്നാ കുരിശാന്നോ വരച്ചേക്കുന്നേ? അല്ല അന്നല്ലേ മറ്റേ തൊഴു കയ്യില് കൊന്ത കിടക്കുന്നതായി എന്നത്തിനാ മറ്റേ തൊഴുത കൈ ഉണ്ടല്ലോ, ആ കയ്യില് മറ്റേ കൊന്ത കിടക്കുന്ന സംഭവം. ഇങ്ങനെ അതൊന്ന് കണ്ടോ? ഫുൾ ശരിക്കും കയ്യില് കുരിശും മുതുകത്ത് ഭഗവാനും. ഇനി ഇപ്പുറത്ത് ഇവിടെ ആരാണോ എന്തോ എനിക്കറിയാൻ മേല. ശരിക്കും പറഞ്ഞാൽ വിവേകിന്റെ ഒരു ഹിസ്റ്ററി ഒക്കെ എടുക്കുവാണെങ്കിൽ ഒരു സിനിമയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ഇല്ലേ? എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൽ പോയി തപസ്സിരിക്കണം. അത് ഇപ്പോഴൊന്നല്ല, ഒരു 65 ഭാര്യക്കറി ഞാൻ എത്ര വർഷം പറയുന്നുണ്ട്, ഒരു 65 വയസ്സ് 70 വയസ്സ്. ഭാര്യ പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾ അപ്പോഴേ ആക്കണ്ട, ഇപ്പോഴേ പോകുന്നത്. ആ സമയം വരെ നമുക്ക് കാത്തിരിക്കാൻ വയ്യ, ഇപ്പോഴേ പോകുന്ന ഭാര്യ. പക്ഷെ അത് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ആ നമ്പർ നടക്കും, ഭാര്യ ഒന്നും നടക്കുന്നില്ല. ഭാര്യമാരോട്
they knows the truth അല്ലേ. നിങ്ങൾ നമ്മള് കല്യാണം കഴിച്ച അന്ന് പോലെ നമ്മളെ കാണുന്ന വ്യക്തികളല്ലേ, അപ്പൊ അവർക്കറിയാം നമ്മളെ എല്ലാ സംഭവങ്ങളും കറക്റ്റ് ആയിട്ട് അവർക്കറിയാം. ഇപ്പം ശരിക്കും വിവേകിന്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോഴേ, ഇപ്പം സുരേഷ് ഏട്ടൻ പറഞ്ഞ പോലെ ബോള് നിനക്ക് വിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ദേഷ്യമൊക്കെ കാണിച്ചപ്പോ എനിക്ക് വിവേക് ചിരിക്കുന്നതിനെക്കാട്ടിലും ഭയങ്കര ഒരു വില്ലൻ എഫക്ട് വന്നു കേട്ടോ. ആ ഒരു ആഗ്രഹം ഞാൻ എല്ലാവരുടെ പറയും എനിക്ക് വില്ലനായിട്ട് അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമാണെന്ന് പറയുമ്പോഴത്തേക്ക് അവരെല്ലാം പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഉണ്ട് കേട്ടോ ആ ലുക്ക്, അതായത് ഒരു റിയൽ വില്ലനെ കിട്ടണമെങ്കിൽ ക്രിക്കറ്റുമായിട്ടൊന്ന് ഡയറക്ടേഴ്സ് ഇത് കേൾക്കണേ. ഉറപ്പ്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയട്ടോ, വിവേകിന് ഏറ്റവും ഹൈറ്റ്സിലേക്ക് എത്തട്ടെ. അതിന് ഞങ്ങൾ പ്രേക്ഷകർ കൂടെ ഉണ്ടാവും, എല്ലാ സപ്പോർട്ടും. ബിക്കോസ് വിവേക് എന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് ക്യാരക്ടർ കൂടി ആയാൽ പോലും എല്ലാ മലയാളി പ്രേക്ഷകരുടെയും മനസ്സിനകത്തുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആസ് എ മലയാളി അമ്മുമ്മയെ പോലെ തന്നെ ഞങ്ങളും എല്ലാവരും വിവേകിനെ സപ്പോർട്ട് ചെയ്തേക്കാലം. എന്തായാലും വിവേകിനെ പറ്റി കുറെ കാര്യങ്ങൾ അറിഞ്ഞു. മോൻ ഇഷ്ടമാണോ ക്രിക്കറ്റ് ഒക്കെ? ഇനിയിപ്പോ അടുത്ത എന്റെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയാത്തത് എന്റെ മോനെ കൊണ്ട് നടക്കട്ടെ. സത്യം, ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നതാണ് നമുക്ക് പറ്റാത്തത് മക്കളിൽ കൂടെ കണ്ടു കാണണം എന്നുള്ളത് അല്ലേ. അത് ഈ പറഞ്ഞ പോലെ അപ്പൻ പല വഴിക്കാണ് ഓടിയത്. അപ്പനും അമ്മയും കൊണ്ട് പാട്ടിന് ചേർത്തു, ഡാൻസിന് ചേർത്തു, എല്ലാത്തിനും. അവിടെ നിന്ന് എല്ലാം മുങ്ങിയേച്ച് അവസാനം ക്രിക്കറ്റിനാന്ന് പോയി കയറിയത് എന്ന് പറഞ്ഞ പോലെ മോനെ അടുത്ത ക്രിക്കറ്റിലോട്ട് പിടിക്കുക. പക്ഷെ എന്നാലും അപ്പൻ്റെ ഒരു ആഗ്രഹം നടക്കട്ടെ.